JPS A to Z PSC ട്രിക്സിന്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമാന്തര ശ്രേണി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 10th വരുന്ന സെക്കൻഡ് ചാപ്റ്റർ ആണ് സമാന്തര ശ്രേണി. ഇന്ന് SCRT-യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ല ഡിസ്കസ് ചെയ്യുന്നത്. കേരള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച, അതായത് 2021, 22, 23, 24 വർഷങ്ങളിൽ ചോദിച്ച 50ഓളം ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നെങ്കിലും മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത്? അതായത് സമാന്തര ശ്രേണിയാണെങ്കിൽ അതിന്റെ ബീജഗണിത രൂപം ഒന്നാം കൃതിയായിരിക്കും. ഒന്നാം കൃതിയിൽ വരുന്ന ഒരു പോളിനോമിയൽ ആയിരിക്കും. ഒന്നാം കൃതിയിൽ വരുന്ന ഒരു പോളിനോമിയൽ. അതായത് ഇവിടെ ഓപ്ഷൻ എ 4ആം കൃതിയാണ്, റേസ് ടു 4 ആണ്. അപ്പൊ 4ആം കൃതിയിൽ വരുന്ന ഒരു പോളിനോമിയൽ ആണ്. ഓപ്ഷൻ ബി 3ആം കൃതിയിൽ വരുന്ന ഒരു പോളിനോമിയൽ ആണ്. ഓപ്ഷൻ സി 2ആം കൃതിയിൽ വരുന്ന പോളിനോമിയൽ ആണ്. ഓപ്ഷൻ ഡി ആണ് 1ആം കൃതി. അതായത് n⁻1 എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതാറില്ല അല്ലെ. അപ്പൊ ഇതാണ് ജനറൽ ആയിട്ട് വരുന്നത്. അതായത് ബീജഗണിത രൂപം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, n+b. അതെങ്ങനെയാ വരുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതായത് നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ടേം നമുക്ക് എന്തായിട്ട് എടുക്കാം? ഫസ്റ്റ് ടേം ഇവിടെ എ ആയിട്ട് എടുക്കാം. കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം ഡി. അതായത് സമാന്തര ശ്രേണി എഴുതാം. സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ എ തന്നെ അല്ലെ. ഇനി രണ്ടാമത്തെ പദം എങ്ങനെ എഴുതുക? എനോട് പൊതുവ്യത്യാസം കൂട്ടുക അല്ലെ, a+d എന്ന് വരും. ഇനി അടുത്തത് മൂന്നാം പദം എന്ന് പറയുമ്പോൾ a+d. രണ്ടാം പദത്തോട് പൊതുവ്യത്യാസം കൂട്ടുക അല്ലെ. പൊതുവ്യത്യാസം കൂട്ടി എഴുതുന്നതാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പൊ ഇത് എത്ര വരും? a+2d എന്ന് വരും അല്ലെ, a+2d. രണ്ടാം പദം a+1d, മൂന്നാം പദം a+2d. അതുപോലെ നാലാം പദം എങ്ങനെ എഴുതാം? നാലാം പദം എന്ന് പറയുമ്പോൾ a+3d ആയിരിക്കും അല്ലെ, a+3d. അങ്ങനെയാണെങ്കിൽ നമുക്ക് n-ആം പദം എങ്ങനെ എഴുതാം? n-ആം പദം an എന്ന് പറയുന്നത് a+n. നാലാം പദം 3d ആണ്. അങ്ങനെയാണെങ്കിൽ നാലാം പദം a+3d. അങ്ങനെയാണെങ്കിൽ n-ആം പദം a+n, ഒന്ന് കുറച്ചിട്ട് വേണം അല്ലെ, n-1 × d. അടുത്തത് an+1 ടേം, an+1 തൊട്ടടുത്ത n-ന്റെ തൊട്ടടുത്ത ടേം. അപ്പൊ എന്താ വരിക? a+nd എന്ന് വരിക അല്ലെ, a+nd. അതുപോലെ തന്നെയല്ലേ ഓപ്ഷൻ ഡി വന്നത്? ഓപ്ഷൻ ഡി അത് ആ ഒരു nത്തിന്റെ പവർ 1 ആയിട്ട് വരുന്നതല്ലേ. അതായത് എപ്പോഴും ശ്രദ്ധിക്കുക, ബീജഗണിത രൂപം ഒരു ഒന്നാം കൃതി പോളിനോമിയൽ ആയിരിക്കും. ഒന്നാം കൃതിയിൽ വരുന്ന പോളിനോമിയൽ ആയിരിക്കും. 3n+4 എക്സാമ്പിൾ. ഇതൊരു എന്താണെന്ന് പറയാം? ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണെന്ന് പറയാം. n മാത്രം വന്നാലും സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയാം. 5n+6 സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയാം. അതുപോലെ തന്നെ 1/2n + 3/4 ഇതും എന്താണ്? സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണെന്ന് പറയാം. അതായത് n-ന്റെ പവർ 1 വരണം. പിന്നെ ഒരു കോൺസ്റ്റന്റ് ഇട്ടാൽ വന്നാലും നല്ലതാണ്, വന്നില്ലേലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതായത് ജനറൽ ആയിട്ട് n അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഒരു സമാന്തര ശ്രേണി ആയിരിക്കും. ഈ n എന്ന് പറയുന്ന സമാന്തര ശ്രേണി ഏതാണ് വരിക? n-ന് 1 കൊടുക്കുമ്പോൾ 1, അടുത്തത് 2. അതായത് നാച്ചുറൽ നമ്പർ ആയിട്ട് വരുന്നത്, നാച്ചുറൽ നമ്പറിന്റെ ശ്രേണിയായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്നത്, അതായത് ഒന്നാം കൃതി പോളിനോമിയൽ ആയിരിക്കും സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. ജനറൽ ആയിട്ട് നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. an+b, അതായത് പവർ n വരണം. ഇനി നോക്കുക, ഇത് വരുവാ, അതായത് an² + bn + c. ഇത് വരുവാ? ഇല്ല അല്ലെ. ഇവിടെ n² എന്ന് പറയുന്ന ടേം വന്നു. അപ്പൊ ഇതൊരു ബീജഗണിത രൂപം ആവില്ല. അപ്പൊ ബീജഗണിത രൂപം ഏത് മാത്രമാണ്? അതായത് ഒന്നാം കൃതിയിൽ വരുന്ന ഒരു പോളിനോമിയൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി an+b ആയിരിക്കും. ഓപ്ഷൻ ഡി an+b. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. 2 മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് സാധാരണ നോർമൽ നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സംഖ്യകൾ ഏതൊക്കെയായ? 5 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകൾ, അതായത് 5, 7, 9 എക്സെട്ര 25 വരെയാണ് അല്ലെ. അപ്പൊ നമുക്ക് തുക കണ്ടുപിടിക്കണമെങ്കിൽ തുക എങ്ങനെ കണ്ടുപിടിക്കുക? n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. ഇതാണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് ടേംസ്, ആദ്യ പദവും അവസാന പദവും അറിയാം അല്ലെ. ആദ്യ പദം 5 ആണ്, അവസാന പദം 25 ആണ്. ഇനി ഇങ്ങനെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. 5 മുതൽ 25 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ n കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? അവസാന പദം 25, അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം ഇവിടെ എത്ര വരിക? 2 അല്ലേ വരിക? പൊതുവ്യത്യാസം +1 ആണ് വരിക. അപ്പൊ ഇവിടെ 25 - 5 എന്ന് പറയുമ്പോൾ 20, 20/2 അതായത് 10 + 1 11 ടേംസ് ആയില്ലത് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ തുക കണ്ടുപിടിക്കാലോ. തുക n/2, അതായത് 11/2 × ഫസ്റ്റ് പദം 5, ലാസ്റ്റ് പദം 25.
ഇസ് ഈക്വൽ ടു 11/2 ഇൻറ്റു 30 എന്ന് വരും അല്ലെ. അതായത് നമുക്ക് ഫസ്റ്റ് ഗുണിക്കാം. 11 ഗുണിക്കണം 30 330 330/2 1 2 2 6 2 12 5 2 10 അതായത് 165. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അടുത്ത മെത്തേഡ് അതായത് n ഒറ്റസംഖ്യകളുടെ തുടർച്ചയായി വരുന്ന n ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n² ആണ്. തുടർച്ചയായി വരുന്ന n ഒറ്റസംഖ്യകളുടെ തുകയാട്ടോ. തുടർച്ചയായി വരുന്ന n ഒറ്റസംഖ്യകളുടെ തുക n² ആണ്. അപ്പൊ നമുക്ക് ഇതിനെ തുടർച്ചയായ സംഖ്യകളാക്കി മാറ്റാൻ പറ്റും. എങ്ങനെ എഴുതാം? 1 3 5 7 എക്സെട്ര 25. തുടർച്ചയായിട്ട് വരുന്ന ഒറ്റസംഖ്യകളാണല്ലോ. ആൻസർ കിട്ടിയിട്ടാകുമ്പോൾ ഈ ലാസ്റ്റ് 1 3 അതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് എത്ര ടേംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം അല്ലെ. അതായത് 1 3 5 7 എത്ര എണ്ണൽ സംഖ്യകൾ ഉണ്ടാകും? അതെങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പോൾ n നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ ആദ്യ പദം മൈനസ് അവസാന പദം ബൈ 2 പ്ലസ് 1. 25 മൈനസ് 1 24 എന്ന് വരും അല്ലെ. 24/2 പ്ലസ് 1 24/2 12 ആണ്. 12 പ്ലസ് 1 13 ടേംസ് ആയില്ലത് അല്ലെ. 13 ടേംസ്. അങ്ങനെയാണെങ്കിൽ തുക എത്രയായിരിക്കും? തുക എന്ന് പറയുന്നത് 13² ആയിരിക്കും. ഒറ്റ സംഖ്യകളാണെങ്കിലാണ് n² വരുന്നത്. അപ്പൊ 13ന്റെ സ്ക്വയർ 169. ഇനി നമുക്ക് 1 മുതൽ 25 വരെ നമുക്ക് ഏതൊക്കെ വേണ്ട? 1 3 വേണ്ട അല്ലെ. 5 മുതൽ 25 വരെ വേണ്ടു. അപ്പൊ ഏത് ഒഴിവാക്കുക? 1 + 3 അതിൽ നിന്ന് ഒഴിവാക്കുക. അതായത് 169 മൈനസ് 1 + 3 1 + 3 4 ആണ്. 169 മൈനസ് 4 എത്രയാ വരിക? 165 എന്ന് വരും അല്ലെ. 165. സെയിം ആൻസർ തന്നെയല്ലേ കിട്ടത്. ഇതല്ലാതെ വേറെ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. ഇതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് 165 ആണ്. അതായത് ഈ കണക്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് പല രീതിയിൽ ആൻസറിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് അറിയുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഇതാണ് എളുപ്പമെങ്കിൽ ഇത് ഫോളോ ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ തുടർച്ചയായ 21 ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ്? അപ്പൊ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്? തുടർച്ചയായിട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് 1 3 5 കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന 21 ഒറ്റസംഖ്യകളുണ്ട്. അപ്പൊ ഇവിടെ n എത്രയാണ്? 21 അല്ലെ. 21 ഒറ്റസംഖ്യകൾ. അപ്പൊ തുക എത്രയാണ്? തുക എത്രയാ വരിക? ഒറ്റസംഖ്യകളാണെങ്കിൽ തുടർച്ചയായിട്ട് വരുന്ന ഒറ്റസംഖ്യകൾ ഇടക്കൊന്നും എടുത്താൽ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒന്നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഒന്നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്ന ഒറ്റസംഖ്യകളാണെങ്കിൽ അതിന്റെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n². അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്. എത്ര ഒറ്റസംഖ്യകളുണ്ട്? 21. 21² എത്രയാണ് വരിക? 441 ആണ് വരിക. 21² 441. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 441. സിമ്പിൾ അല്ലേ ഇത്? ഇവിടെ നമുക്ക് സംഖ്യ തന്നിട്ടുണ്ട്. 21 ഒറ്റസംഖ്യകളാണ്. 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന 21 ഒറ്റസംഖ്യകളാണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും? n² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. തൊട്ട് മുന്നേ കണ്ടല്ലോ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ നമ്മൾ 1 3 എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് ആ ഇക്വേഷൻ ഉപയോഗിച്ചത്. ഇല്ലെങ്കിൽ നമുക്ക് ഈ n² എന്നുള്ള ഇക്വേഷൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തുക n² ആണ്. n² 441 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റസംഖ്യകളുടെയും തുക. 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റസംഖ്യകളുടെയും തുക. ഇവിടെ നമുക്ക് n² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതായത് ഇവിടെ 1 തൊട്ടിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റസംഖ്യകളുടെയും തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് വരിക സംഖ്യകൾ? 21 23 എക്സെട്ര ഏറ്റവും ലാസ്റ്റ് ഏതാ വരിക? 99 എന്ന് വരും അല്ലെ. 99. അപ്പൊ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ടേംസ് ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യുക? എങ്ങനെ കണ്ടുപിടിക്കുക? എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ 2 പ്ലസ് 1 ചെയ്താൽ മതി. ബൈ 2 പ്ലസ് 1. 2 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആട്ടോ. അപ്പൊ ഇവിടെ എത്ര വരിക? 99 മൈനസ് 21 78 എന്ന് വരും അല്ലെ. 78 ബൈ 2 പ്ലസ് 1. 78/2 എന്ന് പറയുന്നത് 78/2 39. 39 പ്ലസ് 1 എത്രയാ വരിക? 40 ഒറ്റസംഖ്യകളാണ് ഉള്ളത്. അതായത് 21 മുതൽ 99 വരെ 40 ഒറ്റസംഖ്യകൾ. ഇനി നമുക്ക് തുക കണ്ടുപിടിക്കാം അല്ലെ. തുക എങ്ങനെ കണ്ടുപിടിക്കുക? തുക സമം n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. നമുക്കിവിടെ ആദ്യ പദവും അവസാന പദവും അറിയാം. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. അല്ലാത്ത ഇക്വേഷൻ ഉണ്ട് കേട്ടോ. അത് വരുമ്പോൾ പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് 40 ആണ് അല്ലെ. 40/2 ഇൻറ്റു ഫസ്റ്റ് ടേം 21 പ്ലസ് ലാസ്റ്റ് ടേം 99. അപ്പൊ എത്രയാ വരിക? 20. 40/2 20 ഇൻറ്റു 21 പ്ലസ് 99 എത്ര വരും? 120 എന്ന് വരും അല്ലെ. 120. 20 ഇൻറ്റു 120. നമുക്ക് 2 0 എഴുതി കൊടുക്കാം. 12 ഇൻറ്റു 2 24. അതായത് 2400 ആണ് തുക വരിക. 2400. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 2400. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക. സംഖ്യകൾ ഇവിടെ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യ അതൊന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ നാച്ചുറൽ നമ്പർ തന്നെ അല്ലെ, 1, 2, 3 അങ്ങനെ 9 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്, അതായത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ. എന്താണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്? n × n+1/2, n × n+1/2. തുടർച്ചയായിട്ട് തന്നെ വരണം കേട്ടോ, ഒന്നിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്, എത്ര എണ്ണൽ സംഖ്യകളുണ്ട്? 1, 2, 3 അപ് ടു 9 വരെ, അതായത് 9 എണ്ണൽ സംഖ്യകളുണ്ട്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക തുക? 9 × 9 + 1 10/2. സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഇവിടെ 5 വരും. 9×5 = 45. ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. അതായത് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക 45 ആണ്. 45. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ മിഡിൽ ടേം കണ്ടുപിടിച്ചിട്ടും ചെയ്യാം കേട്ടോ. മിഡിൽ ടേം × 9 ചെയ്താൽ മതി. മിഡിൽ ടേം × 9. മിഡിൽ ടേം ഏതാ വരിക? 5 ആണ് വരിക അല്ലെ. 5 × 9 45 എന്ന് വരും. പല മെത്തേഡിലും ചെയ്യാം. ഇത് കുറച്ചുകൂടി എളുപ്പം ഇത് തന്നെയാണ് തോന്നുന്നു. ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. മിഡിൽ ടേം ഒക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ തുടർച്ചയായ കുറെ ഒറ്റ സംഖ്യകളുടെ തുക. കുറെ ഒറ്റ സംഖ്യകളുടെ തുക 100 ആണെങ്കിൽ സംഖ്യകളുടെ എണ്ണം എത്ര? അതായത് ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1, 3, 5, 7 ഇങ്ങനെ കുറെ ഒറ്റ സംഖ്യകൾ, അതിന്റെ തുക അതായത് 1 + 3 + 5 + എക്സെട്ര കുറെ നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര നമ്പേഴ്സ് ആണ് ആഡ് ചെയ്തത് എന്നാണ് ചോദ്യം. അതായത് ഇവിടെ ഒറ്റ സംഖ്യകളാണല്ലോ, തുടർച്ചയായ ഒറ്റ സംഖ്യകളാണല്ലോ. തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ എന്താണ്? n² അല്ലെ, n². അപ്പൊ n² ആണ് ഇവിടെ എത്രയുണ്ട്? 100 നിന്നിരിക്കുന്നത് അല്ലെ. n² ആണ് 100. അപ്പൊ ഇവിടെ n എത്രയായിരിക്കും? n √100 ആണ്. √100 എത്രയാണ്? അതായത് 100 എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ ആണ് അല്ലെ. √10², അതായത് ഇവിടെ 10 എന്ന് വരും. അപ്പൊ തുടർച്ചയായ എത്ര സംഖ്യകളാണ്? എത്ര സംഖ്യകളുടെ തുകയാണ് 100? തുടർച്ചയായ 10 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 100. തുടർച്ചയായ 10 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 100. ഓപ്ഷൻ സി 10 ഒറ്റ സംഖ്യകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 + 2 + 3 + 4 + എക്സെട്ര + 100 എത്രയാണ്? 1 + 2 + 3 + 4 + എക്സെട്ര + 100 എത്രയാണ്? അതായത് തുടർച്ചയായ എത്ര സംഖ്യകൾ? തുടർച്ചയായ 100 എണ്ണൽ സംഖ്യകളുടെ തുക. ഡയറക്റ്റ് ഇക്വേഷൻ ആണ് അല്ലെ. തുക സമം എന്താണ്? തുക സമം n × n+1/2. ഇവിടെ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യ എന്നൊന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 1, 2, 3, 4, 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ n = 100 ആണല്ലേ. 100 എണ്ണൽ സംഖ്യകളാണുള്ളത്. അപ്പൊ 100 × 101/2. 100 × 101/2. അപ്പൊ എത്രയാ വരിക? 101 2 0/2 ഹരിക്കുക അല്ലെ. 5 2 10, ഒന്നിലില്ല അപ്പൊ 0, 10 വീണ്ടും 5 0, അതായത് 50 50. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 5050. അതായത് 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 5050 ആണ്. 5050. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. ഇനി വരുന്നുണ്ട് കുറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ അത് നമുക്ക് 2-3 തവണ പറഞ്ഞു തരാം. 8ാമത്തെ ക്വസ്റ്റ്യൻ 8th വൺ. 12, 18, 24 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും 12, 18, 24 എന്ന ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും. അടുത്തതെന്ന് പറയുമ്പോൾ 21ാമത്തെ പദം തൊട്ടിട്ട് 40ാമത്തെ പദം വരെ അല്ലെ. അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യ 20 പദങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക? 12, 18, 24. അടുത്ത ടേം ഏതായിരിക്കും? അതായത് ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ്? 6 ആണല്ലേ. 6 കൂടി പോകുന്നത്. 24, അടുത്തത് 30. അങ്ങനെ വരുന്ന 20 പദങ്ങളുടെ തുക. ഇനി അടുത്ത 20 പദങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്? 21ാമത്തെ പദം തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് 21ാമത്തെ പദം നോക്കാം, എന്നിട്ട് ശ്രേണി എഴുതി വെക്കാം. അപ്പൊ അതായത് A21ാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കുക? nth ടേം എന്ന് പറയുന്നത് എന്താണ്? nth ടേം nth ടേം എന്ന് പറയുന്നത് a + n-1 × d ആണ് അല്ലെ. a + n-1 × d. nth ടേം a + n-1 × d. അപ്പൊ നമുക്കിവിടെ A21 എന്ന് പറയുമ്പോൾ a + 21 - 1, അതായത് 20d എന്ന് വരും അല്ലെ. 20d. അപ്പൊ ഇവിടെ നമുക്ക് a അറിയില്ല. എന്ന് പറയുന്നത് ആദ്യ പദമാണ്. ആദ്യ പദം എത്രയാണ് തന്നിട്ടുണ്ട്? 12 തന്നിട്ടുണ്ട് അല്ലെ. 12 + 20 × കോമൺ ഡിഫറൻസോ, അതായത് 12, 18, 24. പൊതുവ്യത്യാസം എത്രയാണ്? 6 ആണ് കൂടി പോകുന്നത് അല്ലെ. അതായത് × 6 എന്ന് വരും. അതായത് ഇവിടെ വരിക 12 + 20 × 6 എത്രയാണ്? 120 എന്ന് വരും അല്ലെ. 12 + 120 എത്രയാണ്? 12 + 120 132. 132. അപ്പൊ അടുത്ത പദം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക 132. പിന്നെ അടുത്തത് 6 കൂട്ടിയാൽ 138 എന്ന് വരും. അടുത്തത്
44 ഇങ്ങനെയാണ് പദം പോകുന്നത് അല്ലെ. അങ്ങനെ 40ാമത്തെ പദം വരെ. അപ്പോൾ ഫസ്റ്റത്തെ പദം എല്ലാം കൂടി കൂട്ടുക, സെക്കൻഡിൽ വരുന്ന എല്ലാ പദവും കൂടി കൂട്ടുക, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഓരോ ടേം ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. അതായത് 132 അതായത് ഫസ്റ്റ് ടേമും 21ാമത്തെ ടേമും ഒന്ന് മൈനസ് ചെയ്ത് നോക്കുക. എത്ര വരിക? 132 12 മൈനസ് ചെയ്താൽ 132 12 മൈനസ് ചെയ്താൽ 120 എന്ന് വരും അല്ലെ. അതുപോലെ 22ാമത്തെ പദവും രണ്ടാമത്തെ പദവും ഒന്ന് മൈനസ് ചെയ്ത് നോക്കുക. അതായത് 138 18 മൈനസ് ചെയ്യുക. അപ്പോഴും എത്ര തന്നെയാണ് വരിക? 120 എന്ന് വരും അല്ലെ. അതുപോലെ 144 24 മൈനസ് ചെയ്താൽ 120. അപ്പൊ എല്ലാ ടേമും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എല്ലാ ടേമും മൈനസ് ചെയ്താൽ എത്രയാ വരിക? എല്ലാം മൈനസ് ചെയ്താൽ 120 ആണ് വരിക അല്ലെ. അപ്പോൾ 120. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതിയല്ലോ. അല്ലാതെ ഫസ്റ്റത്തിന്റെ മൊത്തം തുക കണ്ടുപിടിക്കുക, സെക്കൻഡിന്റെ മൊത്തം തുക കണ്ടുപിടിക്കുക, എന്നിട്ട് ആഡ് ചെയ്യാൻ പറയുമ്പോൾ കുറെ ടൈം എടുക്കും. ഇതിപ്പം ഡിഫറൻസ് നോക്കുക, എല്ലാം 120 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 120 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഇവിടെ ഓരോ എത്ര ടേം ഉണ്ട്? ഫസ്റ്റിൽ 20 ടേം ഉണ്ട്, സെക്കൻഡിൽ 20 ടേം ഉണ്ട്. ഓരോ ടേമും മൈനസ് ചെയ്യുമ്പോൾ 120. അതായത് 120 ഗുണിക്കണം 20, 120 ഗുണിക്കണം 20 എത്രയാ വരിക? 2 0 കൊടുക്കുക അല്ലെ. 12 × 2 24. അതായത് 2400 ആണ് വരിക. 2400. അപ്പൊ തുകയും തമ്മിലുള്ള വ്യത്യാസം 2400. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ ഒന്നും കൂടി പറഞ്ഞു തരാം. അതായത് 12 18 24 എന്ന ശ്രേണി അതൊരു സമാന്തര ശ്രേണിയാണ് അല്ലെ. അതായത് 6 കൂടി കൂടി പോവുമായിരുന്നത്. 12 + 6 18, 18 + 6 24. അപ്പൊ അതൊരു സമാന്തര ശ്രേണിയാണ്. ആ സമാന്തര ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുകയും അപ്പൊ ആദ്യ 20 പദങ്ങൾ എന്ന് പറയുമ്പോൾ 20ാമത്തെ പദം വരെ വരും അല്ലെ. 20ാമത്തെ പദവും പിന്നെ അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. ആദ്യ 20 പദങ്ങൾ എന്ന് പറയുമ്പോൾ A1 മുതൽ A20 വരെ. പിന്നെ അടുത്ത 20 പദങ്ങൾ എന്ന് പറയുമ്പോൾ 21ാമത്തെ പദം തൊട്ടിട്ട് 41ാമത്തെ പദം. അപ്പൊ രണ്ടിന്റെ തുക കണ്ടുപിടിക്കുക, എന്നിട്ട് വ്യത്യാസം ആ രണ്ടും കൂടി മൈനസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് തുക കണ്ടുപിടിക്കുക, എന്നിട്ട് വ്യത്യാസം കണ്ടുപിടിക്കുക. കുറെ ലോങ് പ്രോസസ് ആണല്ലേ. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാം? ഇവിടെ രണ്ട് ശ്രേണിയും തമ്മിൽ നോക്കുക. ഫസ്റ്റത്തെ ശ്രേണിയിൽ വരുന്നത് 12 18 24 30 എക്സെട്ര. ഇനി സെക്കൻഡ് ശ്രേണിയിൽ വരുന്നത് 132 138 144 എക്സെട്ര. ഇനി ഇവിടെ എന്ത് ചെയ്യുക? ഒന്നാമത്തെ പദവും 21ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. അതായത് 132 - 12 120 എന്ന് വരും. അതുപോലെ 22ാമത്തെ പദവും രണ്ടാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം 120 ആണ്. 23ാമത്തെ പദവും മൂന്നാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം 120 ആണ്. അപ്പൊ എല്ലാം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 120 ആണ്. അത് 2-3 നോക്കിയാൽ മതി കേട്ടോ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് എന്താ പറയുക, വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. തുകയൊന്നും കണ്ടുപിടിക്കണ്ട അല്ലെ. ഇതേപോലെ 2 ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് ടപ്പേ എന്ന് പറഞ്ഞ ആൻസർ ചെയ്യാം. എന്ത് ചെയ്യുക? അതായത് മൈനസ് ചെയ്താൽ നമുക്ക് എപ്പോഴും സെയിം ആയിരിക്കും കിട്ടുക കേട്ടോ. സെയിം ആയിരിക്കും കിട്ടുക. അപ്പൊ ഇവിടെ ശ്രേണി അനുസരിച്ച് വരും കേട്ടോ. എല്ലായ്പ്പോഴും 120 കിട്ടണമെന്നില്ല. ആ ശ്രേണി അനുസരിച്ച് എത്രയാ വരുന്നത് നോക്കി കണ്ടുപിടിക്കുക. ഇവിടുത്തെ ശ്രേണി നോക്കിയിട്ട് നമുക്ക് വ്യത്യാസം 120 ആണ് വരുന്നത്. അപ്പോൾ 120 ആണ് എല്ലാത്തിന്റെയും വ്യത്യാസം വരിക. അതായത് ഇവിടെ എത്ര പദങ്ങളുണ്ട്? 20 പദങ്ങളുണ്ട്. അപ്പോൾ 120 ഗുണിക്കണം 20 2400 ആണ് തുക വരുന്നത്. വ്യത്യാസം കണ്ടുപിടിക്കുക. എല്ലാം വ്യത്യാസം 20 ആണെങ്കിൽ 120 ആണെങ്കിൽ നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതിയല്ലോ. അതായത് 120 × 20 2400. ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം? ഇതേപോലെ വേറെ ഏതെങ്കിലും ഒരു ശ്രേണി എഴുതുക, എന്നിട്ട് ഇതേ സെയിം ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. സെയിം 120 തന്നെ ആയിരിക്കൂല കേട്ടോ. വേറെ ഏതെങ്കിലും നമ്പറാ കിട്ടുക. സെയിം ആയിരിക്കും കിട്ടുക. ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How many terms of the arithmetic progression 1 4 7 are needed to give the sum 715? അതായത് 1 4 7 കുറെ സംഖ്യകൾ ആഡ് ചെയ്താൽ 715 കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര പദങ്ങളാണ് ആഡ് ചെയ്തത്? അപ്പൊ നമുക്കിവിടെ ലാസ്റ്റ് പദം തന്നിട്ടില്ല അല്ലെ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പദം തരാത്ത കേസിൽ നമ്മൾ തുക എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് സമ്മ് കണ്ടുപിടിക്കാണ്ട് ഇക്വേഷൻ ഉണ്ട്. n/2 × 2a + n-1 × d. ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. n-2a + n-1 × d. 2a + n-1 × d. n/2 × 2a + n-1 × d. ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഏത് കേസിൽ? ലാസ്റ്റ് ടേം തന്നില്ല എങ്കിൽ നമ്മൾ ഈ തുക കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ സമ്മ് തന്നിട്ടുണ്ട് അല്ലെ. സമ്മ് എത്രയാണ്? സമ്മ് 715 തന്നിട്ടുണ്ട്. സമ്മ് നമുക്ക് എന്നാ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സമ്മ് 715 = n അറിയില്ല. അപ്പോൾ n/2 × 2a ഫസ്റ്റ് ടേം എത്രയാണ്? 1 ആണ് അല്ലെ. 2a + n-1 × d. കോമൺ ഡിഫറൻസോ എത്രയാണ് ആഡ് ചെയ്ത് പോകുന്നത്? 1 4. അതായത് 3 ആഡ് ചെയ്ത് 1 + 3 4, 4 + 3 7. അപ്പൊ ഇവിടെ 3 ആണ് ആഡ് ചെയ്യുന്നത്. കോമൺ ഡിഫറൻസ് 3 ആണ്. 715 ഗുണിക്കണം 2 = n × 2 ഗുണിക്കണം 1 2 പ്ലസ് നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് മാറ്റാം. n-1 × 3 എന്ന് പറയുന്നത് 3n - 3 ആണ്. 3n - 3 ഇത് ഗുണിച്ചാൽ എത്രയാ വരിക? 715 ഗുണിക്കണം 2 0 3 14 അല്ലെ. 1430. 1430 = ഇവിടെ n ×
2 മൈനസ് 3 2 മൈനസ് 3 മൈനസ് 1 എന്ന് വരും അല്ലെ. അപ്പൊ ബ്രാക്കറ്റ് മാറ്റിയാൽ 3n സ്ക്വയർ മൈനസ് n ആ വരിക. 3n സ്ക്വയർ മൈനസ് n 1430 സമം 3n സ്ക്വയർ മൈനസ് n. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നിങ്ങൾ ഓരോ ഓപ്ഷനും ഇട്ട് കൊടുത്ത് നോക്കുക. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? 22 അല്ലെ. n സമം 22. അപ്പൊ ഇവിടെ 3n സ്ക്വയർ മൈനസ് n, അതായത് 3 ഗുണിക്കണം 22 സ്ക്വയർ മൈനസ് 22 എത്രയാ വരിക? 3 ഗുണിക്കണം 22ന്റെ സ്ക്വയർ എത്രയാണ്? 22ന്റെ സ്ക്വയർ 484 വരും അല്ലെ. 484 മൈനസ് 22. 3 ഗുണിക്കണം 484 എത്രയാ വരിക? 3 ഗുണിക്കണം 484 1452 എന്ന് വരും. 1452 മൈനസ് 22 എത്രയാ വരിക? 0 3 4 1 1430 തന്നെ കിട്ടും അല്ലെ. 1430 അല്ലേ നമുക്ക് സമ്മായിട്ട് കിട്ടുന്നത്. അതായത് 3n സ്ക്വയർ മൈനസ് n 1430. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ മിക്കവാറും ഓപ്ഷൻ എയോ ബിയോ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഭൂരിഭാഗം ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മതി. ഇത് നമുക്ക് വേറെ മെത്തേഡൊന്നുമില്ല, ഡയറക്റ്റ് ഈ ഇക്വേഷനിൽ, അതായത് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക ഓരോ ഓപ്ഷന്. അപ്പോൾ നമുക്ക് 1430 n ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 1430 കിട്ടുക എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഓപ്ഷൻ എയോ ബിയോ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യനിൽ വരിക കേട്ടോ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് അല്ലെ. n എത്ര സംഖ്യകളുണ്ട്? അതായത് ആദ്യത്തെ 22 സംഖ്യകളുടെ തുകയാണ് 715. 1 4 7 അങ്ങനെ 22 സംഖ്യകളുടെ തുകയാണ് 715. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3/4 1 1/2 2 1/4 എന്ന ശ്രേണിയിലെ പദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? പദമല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ശ്രേണിയിൽ ഇവിടെ മിശ്ര ഭിന്നം തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് മാറ്റാം. ഫസ്റ്റ് വൺ 3/4, അടുത്തത് 1 1/2. 1 1/2 എന്ന് പറയുന്നത് 1 പ്ലസ് 1/2 ആണ് അല്ലെ. അപ്പൊ ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഗുണിക്കണം 1 2, 2 പ്ലസ് 1 3/2 എന്ന് വരും. അപ്പൊ അടുത്തിട്ട് 3/2. അടുത്തത് 2 1/4 ആണ്. എത്രയാ വരിക? 4 ഗുണിക്കണം 2 8, 8 പ്ലസ് 1 9/4 എന്ന് വരും അല്ലെ. 9/4 ഇതാണ് ശ്രേണിയായിട്ട് വരുന്നത്. ഇനി ഇവിടെ നോക്കുക, ഈ മിഡിൽ ടേം മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലെ. ഡിനോമിനേറ്ററിൽ 2 ആണ് വരുന്നത്. അപ്പൊ നമുക്കതിനെ ഇങ്ങനെയാക്കാം, 4 ആക്കാം അല്ലെ. എന്ത് ചെയ്യുക? അംശത്തിലും ഛേദത്തിലും ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. ഈക്വൽ ഫ്രാക്ഷൻ വാല്യൂ ഒന്നും ചേഞ്ച് ആവില്ല. അപ്പൊ ശ്രേണി എങ്ങനെ വരും? 3/4 6/4 9/4. അടുത്ത പദം നമുക്ക് ഏത് എഴുതാം? അതായത് ഡിനോമിനേറ്ററിൽ എപ്പോഴും 4 വരിക അല്ലെ. അംശത്തിലോ 3ന്റെ ഗുണിതങ്ങൾ വരും. 1 3 3, 2 3 6, 3 9, 4 3 12, അടുത്തത് 5 3 15, അടുത്തത് 6 3 18. ഇങ്ങനെയാണ് വരിക അല്ലെ. ഇങ്ങനെയാണ് ശ്രേണി വരിക. അപ്പൊ ഇവിടെ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയില്ലേ. അപ്പൊ അതിനു പകരം എന്ത് ചെയ്യുക? അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഇവിടെ 3 6 9 അംശത്തിൽ ഒറ്റ സംഖ്യകളാണല്ലോ, അതായത് 3ന്റെ ഗുണിതങ്ങളാണല്ലോ വരുന്നത്. ഒറ്റ സംഖ്യകളല്ല, 3ന്റെ ഗുണിതങ്ങളാണ് അംശത്തിൽ വരുന്നത് അല്ലെ. അപ്പൊ ഉത്തരത്തിൽ 3ന്റെ ഗുണിതങ്ങളായ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 3 3ന്റെ ഗുണിതല്ലേ? അതെ. 6 3ന്റെ ഗുണിതത്തിൽ വരുന്നില്ലേ? അതെ. 9 3ന്റെ ഗുണിതത്തിൽ വരുന്നുണ്ട്. 4 3ന്റെ ഗുണിതത്തിൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഈ പദമാണ് പദമല്ലാതെ, അതായത് ഈ ശ്രേണിയിലെ പദമല്ലാത്ത പദം വരുന്നത് 4 ആണ്. അപ്പൊ 4 എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ പദം ആവില്ല. 4 ഈ ശ്രേണിയിലെ പദം ആവില്ല. 3 എപ്പോഴാ വരിക? 3 എപ്പോഴാ വരുന്നത്? അതായത് 12/4. 12/4 3 വരും അല്ലെ. 3 വരും. ഇനി അടുത്തത് 6 എപ്പോഴാ വരുന്നത്? 6 എപ്പോഴാ വരിക? അതായത് 24/4 അല്ലെ. 24/4 6 എന്ന് വരും. ഇനി എപ്പോഴാ 9 വരിക? 9 എന്ന് പറയുമ്പോൾ 36/4 36/4 9 എന്ന് വരും. ഇനി 4 എപ്പോഴെങ്കിലും വരുക? 4 എന്ന് പറയുന്നത് ഒരിക്കലും വരൂല കേട്ടോ. 4 ഇവിടെ ഒരിക്കലും, അതായത് ഇവിടെ ഇതിനിടക്കാ വരിക. 15/4 എന്ന് പറയുമ്പോൾ 5 4 20 എത്രയാ വരിക? 4 4 16. 4 4 16 എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിന്റെ ഇടക്കാ വരിക അല്ലെ. അതായത് പൂർണ്ണമായിട്ട് വരൂല. 4 പോയിന്റ് എന്നൊക്കെ വരുള്ളൂ. ഒരിക്കലും 4 എന്ന് പറയുന്ന നമ്പർ ഈ ഒരു ശ്രേണിയിലെ പദം ആവില്ല. അടുത്തത് നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദം 0, 27ാം പദം 60, 17ാം പദം എത്ര? അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. അതായത് 7ാം പദം എന്ന് പറയുമ്പോൾ 7ാം പദം A7. 7ാം പദം എത്രയാണ്? A പ്ലസ് 6D അല്ലെ. A പ്ലസ് 6D 0 തന്നിട്ടുണ്ട്. ഇനി അടുത്തത് 27ാം പദം A 27ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് A പ്ലസ് 26D 26D സമം എത്രയാണ്? 60 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ 17ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് A17. ഈ 17ാം പദം, അതായത് ഇവിടെ പദങ്ങൾ ഏതൊക്കെയാണ്? A7, A27, A17. അതായത് A7ാം പദം 27ാം പദം 17ാം പദം. അപ്പൊ ഇതിലെങ്ങനെ വരിക? ഇത് എന്ന് പറയുന്നത് 17ാം പദം എന്ന് പറയുന്നത് ഇതിന്റെ മിഡിലല്ലേ വരിക. 7ാം പദം
പിന്നെ 17-ാം പദം, പിന്നെ 27-ാം പദം. അതായത് ഈ 17-ാം പദം എന്ന് പറയുമ്പോൾ ഈ രണ്ടിന്റെയും നടുക്കാണ് വരുന്നത് അല്ലെ. അതായത് 7-ാം പദത്തിന്റെയും 27-ാം പദത്തിന്റെയും മിഡിൽ ടേം ആണ് 17-ാം പദം വരുന്നത് അല്ലെ. മിഡിൽ ടേം അല്ലേ 17-ാം പദം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ 7-ാം പദം 0 അല്ലേ, 0, 27-ാം പദം 60 0 + 60/2 കണ്ടുപിടിച്ചാൽ മതി. 0 + 60/2. 0 + 60 എത്രയാണ്? 60. 60/2 30. 30 ആയിരിക്കും 17-ാം പദം. 30 ആയിരിക്കും 17-ാം പദം. അതായത് അതിന്റെ മിഡിൽ വരുന്നത് A17. 17-ാം പദം എന്ന് പറയുമ്പോൾ A + 16D എത്രയായിരിക്കും? 30 ആയിരിക്കും വരിക. 30. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 30. അപ്പൊ ഇവിടെ 7-ാം പദവും 27-ാം പദവുമാണ് തന്നിരിക്കുന്നത്. 7-ാം പദം, 17-ാം പദം, 27-ാം പദം. അതായത് 7-ാം പദത്തിന്റെയും 27-ാം പദത്തിന്റെയും കറക്റ്റ് മിഡിൽ വരുന്ന പദമാണ് A17, 17-ാം പദം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 7-ാം പദം തന്നിട്ടുണ്ട് 0, 27-ാം പദം 60 തന്നിട്ടുണ്ട്. ആ രണ്ട് സംഖ്യയും കൂടി ആഡ് ചെയ്തിട്ട് 2നെ കൊണ്ട് ഹരിച്ചാൽ മതി. 2നെ കൊണ്ട് ഹരിക്കുക. 2നെ കൊണ്ട് ഹരിച്ചാൽ 30 എന്ന് കിട്ടും. 0 + 60 60, 60/2 30. 30 ആയിരിക്കും 17-ാം പദം. 12-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പൊതുവ്യത്യാസം 6 ആയ സമാന്തര ശ്രേണിയുടെ 7-ാം പദം 52 ആയാൽ 16-ാം പദം എത്ര? 7-ാം പദം 52 ആണ്, 16-ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ആദ്യ പദം കണ്ടുപിടിച്ചിട്ട് ചെയ്യാം, കണ്ടുപിടിക്കാതെയും ചെയ്യാം. അപ്പൊ കണ്ടുപിടിക്കാതെ എങ്ങനെ, രണ്ട് രീതിയിലും പറഞ്ഞു തരാം. അപ്പൊ നമുക്കിവിടെ 7-ാം പദം 52, അതായത് A + 6D, A + 6D 52 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. A + 6D ആണ് 52. നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? 16-ാം പദം. A 16 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് A + 15D ആണ് കണ്ടുപിടിക്കേണ്ടത്. A + 15D എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? A + 6D. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? A + 6D, ഈ 15Dനെ സ്പ്ലിറ്റ് ചെയ്യാം. A + 6D + 9D എന്ന് എഴുതാം അല്ലെ. A + 6D, 6D + 9D 15D. A + 6Dക്ക് വരെ എത്ര കൊടുക്കുക? 52 എന്ന് കൊടുക്കുക. പ്ലസ് 9 ഗുണിക്കണം D എത്രയാന്ന് തന്നിട്ടുണ്ട്? പൊതുവ്യത്യാസം 6. 9 6 54. അതായത് 52 + 54 എത്ര വരും? 6 വരും. 10 അല്ലേ. അതായത് 106 എന്ന് വരും. 106. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ഇതല്ലാതെ നമുക്ക് ആദ്യ പദം കണ്ടുപിടിച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ പൊതുവ്യത്യാസം D എന്ന് പറഞ്ഞിട്ടുണ്ട്, 6 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. D 6 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 7-ാം പദം 52, 7-ാം പദം 52, അതായത് A + 6D, A + 6D 52 തന്നിട്ടുണ്ട്. അതായത് ഇവിടെ A + D എന്ന് പറയുന്നത് 6 അറിയാം അല്ലെ. അതായത് 6 × 6 = 52. A = 52 - 36 എന്ന് വരും. അപ്പൊ എത്രയാ വരിക? 6 വരും, 16 എന്ന് വരും അല്ലെ. 16 എന്ന് കിട്ടി. A = 16. അങ്ങനെയാണെങ്കിൽ നമുക്ക് 16-ാം പദവും കണ്ടുപിടിച്ചൂടെ? A16 എന്ന് പറയുന്നത് A + 15D ആണ്. A + 15D. ആദ്യ പദം 16 എന്ന് കിട്ടി അല്ലെ. A = 16 എന്ന് കിട്ടി. അപ്പോൾ 16 + 15 × D എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? മുന്നേ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 6. 16 + 6 × 30 90 എന്ന് വരും അല്ലെ. അപ്പൊ എത്രയാണ് ആഡ് ചെയ്താൽ വരിക? 6 + 0 6, 9 1 10. എങ്ങനെ ചെയ്താലും 106 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പൊ ചിലവർക്ക് ഈ ട്രിക്ക് പെട്ടെന്ന് ഓടില്ല, ഫസ്റ്റ് മെത്തേഡ് പെട്ടെന്ന് ഓടില്ല. അപ്പോൾ നോക്കുക, സെക്കൻഡ് മെത്തേഡ് ആയിരിക്കും ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുക. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ നമുക്ക് 2-3 സ്റ്റെപ്പ് ഒഴിവാക്കാം അല്ലെ. ഇവിടെ ആദ്യ പദം ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ ഏതാണ്? 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ 5, 10 ആണല്ലോ. 5, 10 ഇതിന്റെ എൽസിയം ഒന്ന് കണ്ടുപിടിക്കുക. എൽസിയം എത്രയാണ്? 5, 1, 2. എൽസിയം എത്രയാ വരിക? എൽസിയം 5 ഗുണിക്കണം 2 10. 10 ആയിരിക്കും ഇതിന്റെ പൊതുവ്യത്യാസമായിട്ട് വരിക കേട്ടോ. എൽസിയം കണ്ടുപിടിക്കുക. ആ എൽസിയം ആയിരിക്കും പൊതുവ്യത്യാസം. ഇനി നമുക്ക് ശ്രേണി എഴുതി നോക്കാം. 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടണം. അപ്പോൾ ഫസ്റ്റത്തെ സംഖ്യ ഏതായിരിക്കും? ഫസ്റ്റ് 3 ആയിരിക്കും വരിക അല്ലെ. 3നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടും. 3നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടും. അടുത്ത സംഖ്യ ഏതായിരിക്കും? അടുത്തത് 5ന്റെ കൂടെ 3 കൂട്ടിയാൽ 8 വരും അല്ലെ. 8നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 3 കിട്ടും. പക്ഷെ 8നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടുക ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് 8 എഴുതാൻ പറ്റൂല. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഏതാണ്? 10 നോക്കാം അല്ലെ. 10 അല്ല 13. 13നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരും. 13നെ 10 കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം 3 വരും. ഇനി അടുത്ത സംഖ്യ ഏതായിരിക്കും? അടുത്തത് 23 ആയിരിക്കും. 23നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടും. 23നെ 10 കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം 3 കിട്ടും. അപ്പൊ നമ്മൾ എത്ര ആഡ് ചെയ്തിട്ട് എഴുതുന്നത്? 10 ആഡ് ചെയ്തിട്ടാണ് എഴുതുന്നത് അല്ലെ. അപ്പൊ ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എൽസിയം 5ന്റെയും 10ന്റെയും എൽസിയം കണ്ടുപിടിക്കുക. അതായിരിക്കും പൊതുവ്യത്യാസമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഒരു സമാന്തര ശ്രേണിയുടെ 15-ാം പദം 35, 35-ാം പദം 15 ആയാൽ പൊതുവ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ശ്രേണിക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലെ. A15, 15-ാം പദം എത്രയാണ് തന്നിട്ടുണ്ട്? 15-ാം പദം 35. ഇനി 35-ാം പദം 15. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ പൊതുവ്യത്യാസം എപ്പോഴും എത്രയായിരിക്കും? പൊതുവ്യത്യാസം -1 ആയിരിക്കും. പൊതുവ്യത്യാസം -1. അതായത് ഒരു ഏഴാം പദം എത്ര എടുക്കുക? ഏഴാം പദം ഒരു 20, ഏഴാം പദം 20ഉം 20-ാം പദം 7ഉമാണെങ്കിൽ പൊതുവ്യത്യാസം D എത്രയായിരിക്കും? -1 ആയിരിക്കും. പൊതുവ്യത്യാസം -1 ആയിരിക്കും. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ പൊതുവ്യത്യാസം -1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എൻ AP റേഷ്യോ ഓഫ് സെക്കൻഡ് ടേം ടു ദി സെവൻത്ത് ടേം. സെക്കൻഡ് ടേമും സെവൻത്ത് ടേമും തമ്മിലുള്ള റേഷ്യോ 1/3 ആണ്. അഞ്ചാമത്തെ പദം സെവൻത്ത് ടേം ഈസ് 11. വാട്ട് ഈസ് ദി 15th ടേം? 15th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റേഷ്യോന്റെ എഴുതാം അല്ലെ. അതിനു മുന്നേ ആദ്യ പദം എന്തായിട്ട് എടുക്കാം? ആദ്യ പദം A ആയിട്ട് എടുക്കാം അല്ലെ. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം D ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് ടേം ടു ദി സെവൻത്ത് ടേം. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ A+1D ആണ് അല്ലെ. അതായത് A+D ഡിവൈഡഡ് ബൈ സെവൻത്ത് ടേം. സെവൻത്ത് ടേം എന്ന് പറയുമ്പോൾ A+6D അല്ലെ. A+6D സമം 1/3. ഒന്ന് ക്രോസ് ആയിട്ട് ഗുണിക്കുക. അതായത് 3 ഗുണിക്കണം A+D സമം 1 ഗുണിക്കണം A+6D. 1 ഗുണിക്കണം A+6D A+6D എന്ന് തന്നെ വരും അല്ലെ. അതായത് 3A+3D 3A+3D സമം A+6D എന്ന് വരും. അപ്പോൾ നമുക്കിതിനെ A നെ ലെഫ്റ്റ് സൈഡിൽ എടുക്കാം. 3A മൈനസ് A സമം D നെ റൈറ്റ് സൈഡിലും 6D മൈനസ് 3D. അതായത് ഇവിടെ 3A മൈനസ് A 2A. 2A സമം 3D എന്ന് വരും അല്ലെ. 3D. അതായത് A സമം 3/2D എന്ന് വരും. 3/2D. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. ഫിഫ്ത്ത് ടേം ഈസ് 11. ഫിഫ്ത്ത് ടേം എന്ന് പറയുമ്പോൾ A+4D ആണ് അല്ലെ. A+4D 11 ആണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് A എന്ന് പറയുന്നത് എത്രയാന്ന് കിട്ടിയിട്ടുണ്ട്? 3/2D. അപ്പൊ Aക്ക് പകരം നമുക്ക് 3/2 എന്ന് കൊടുത്തൂടെ? 3/2D പ്ലസ് 4D. 4D സമം 11. ഒന്ന് നമുക്ക് ഇതിനൊന്ന് 2നെ നമുക്ക് ഗുണിക്കാം. അതായത് 3D പ്ലസ് 4 ഗുണിക്കണം 2 8. 8D സമം 22 എന്ന് വരും അല്ലെ. 22. അപ്പോൾ 3D പ്ലസ് 8D എന്ന് പറയുമ്പോൾ എത്രയാ വരിക? 11D. 11D സമം 22. അപ്പോൾ D സമം എത്ര കിട്ടും? 22/11 എത്ര വരും? 2 എന്ന് വരും അല്ലെ. D 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് A കണ്ടുപിടിച്ചൂടെ? ഇവിടുന്ന് A കണ്ടുപിടിക്കാം. A എത്രയാ വരിക? A എന്ന് പറയുന്നത് 3/2 ഗുണിക്കണം 2. അതായത് ക്യാൻസൽ ചെയ്ത് പോകും. A സമം 3 എന്ന് കിട്ടി. A സമം 3 എന്ന് കിട്ടി. D സമം 2 എന്ന് കിട്ടി. അങ്ങനെയാണ് നമുക്ക് ഏത് പദം കണ്ടുപിടിക്കേണ്ടത്? 15th ടേം. 15th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. A15th എന്ന് പറയുന്നത് A+14D ആണ് വരിക അല്ലെ. A+14D. ഇവിടെ A എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി അല്ലെ. 3 + 14 × 2. 14 × 2 അതായത് 3 പ്ലസ് എത്ര വരും? 28 എന്ന് വരും. 3 + 28 എത്രയാ വരിക? 31. അപ്പോൾ 15-ാം പദം എത്രയാണ് വരുന്നത്? 31. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. 31. 15-ാം പദം 31. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 7ാമത്തെ പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ സമാന്തര ശ്രേണിയുടെ 10ാം പദം ഡാഷ് ആയിരിക്കും. അപ്പൊ 7ാമത്തെ പദത്തിന്റെ 7 മടങ്ങ്. 7ാമത്തെ പദം എന്ന് പറയുമ്പോൾ A+6D അല്ലെ. A+6D അതിന്റെ എത്ര മടങ്ങാണ്? 7ാമത്തെ പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ 11ാമത്തെ പദം. 11ാമത്തെ പദം എന്ന് പറയുമ്പോൾ A+10D. 11ാമത്തെ പദത്തിന്റെ 11 മടങ്ങ്. A+10Dയുടെ 11 മടങ്ങിന് തുല്യം, അതായത് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 18ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എത്ര വരിക? 7A + 6 7 42. 42D സമം 11A + 110D എന്ന് വരും അല്ലെ. 11A + 110D. ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. അപ്പൊ എങ്ങനെ വരും? 42D മൈനസ് 110D സമം 11A മൈനസ് 7A. 42 110 മൈനസ് ചെയ്താൽ 42 110 മൈനസ് ചെയ്താൽ എത്രയാ വരിക? -68 വരും അല്ലെ. -68D സമം 11A മൈനസ് 7A എന്ന് പറയുന്നത് 4A ആയിരിക്കും. 4A. ഇനി നമുക്ക് എന്ത് എഴുതാം? 4 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. അതായത് ഇവിടെ 4 ഉണ്ട് കോമൺ ആയിട്ട്. അപ്പൊ നമുക്കൊന്ന് കളയാം. അപ്പൊ എന്ത് വരും? A സമം എത്ര വരും? A എന്ന് പറയുന്നത് -68/4D എന്നാ വരിക അല്ലെ. 4നെ നമുക്ക് ഏത് -68 ഒന്ന് ഹരിച്ചു നോക്കിയാൽ മതി അല്ലെ. ഹരിച്ചാൽ മതി. സിംപ്ലിഫൈ ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ A സമം എത്ര വരും? ഒരു 4 ബാക്കി എത്ര വരും? 2. 28 എന്ന് പറയുമ്പോൾ എത്ര വരിക? 7 അല്ലെ. 7 4 28 17D. അതായത് 68/4 എന്ന് പറയുന്നത് 17 ആണ്. അപ്പൊ ഇവിടെ A സമം -17D എന്ന് കിട്ടി.
എല്ലാത്തിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അതായത് എ പ്ലസ് 17d. എ പ്ലസ് 17d സമം 0 ആണ് വരുന്നത്. എ പ്ലസ് 17d എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണ്? 18ാമത്തെ പദമല്ലേ? എ 18, 18ാമത്തെ പദമാണ് 0. 18ാമത്തെ പദം 0 ആയിരിക്കും. അതായത് 18ാം പദം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 18ാം പദം 0. അതായത് ഇവിടെ സിംപ്ലിഫൈ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. 7ാമത്തെ പദത്തിന്റെ 7 മടങ്ങ്. 7ാമത്തെ പദം എന്ന് പറയുന്നത് എ പ്ലസ് 6d. അതിന്റെ 7 മടങ്ങ് എന്ന് പറയുന്നത് 7 ഇൻറ്റു എ പ്ലസ് 6d. 11ാമത്തെ പദത്തിന്റെ 11 മടങ്ങ്. 11ാമത്തെ പദം എ പ്ലസ് 10d. എ പ്ലസ് 10d. അതിന്റെ 11 മടങ്ങ് എന്ന് പറയുമ്പോൾ 11 ഇൻറ്റു എ പ്ലസ് 10d. ഇനി എന്നാ ബ്രാക്കറ്റ് മാറ്റുക. അപ്പോൾ ഓരോ ടേമിനെ കൊണ്ടും കുടിക്കുക. 7 ഇൻറ്റു എ 7a, 7 ഇൻറ്റു 6 42, 42d എന്ന് വരും. അടുത്തത് 11 ഇൻറ്റു എ 11a, 11 ഇൻറ്റു 10d, 11 ഇൻറ്റു 10 110, 110d എന്ന് വരും. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുക. ഡി ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അത് റൈറ്റ് സൈഡിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കുക കേട്ടോ. അതായത് ഓൾറെഡി 42d ലെഫ്റ്റ് സൈഡിലുണ്ട്. 110dനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ മൈനസ് 110d സമം 11a റൈറ്റ് സൈഡിലുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള 7a മൈനസ് 7a ആയിട്ട് മാറും. ഈ 42 110 മൈനസ് ചെയ്താൽ മൈനസ് 68 ആണ് കിട്ടുക. അതായത് 110 42 മൈനസ് ചെയ്യുക. വലുതിന്റെ ചിഹ്നം മൈനസ് ആണ്, അപ്പോൾ മൈനസ് കൊടുക്കുക. മൈനസ് 68d സമം 11 7 മൈനസ് ചെയ്താൽ 4, അപ്പോൾ 4a എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? 4നെ കൊണ്ട് ലെഫ്റ്റിലും റൈറ്റിലും ഹരിക്കുക. അതായത് മൈനസ് 68/4d സമം 4 ഹരിക്കണം 4 എത്രയായിട്ട് പോകും? 0, സോറി 1 ആയിട്ട് മാറും അല്ലെ. അല്ലെങ്കിൽ ഈ 4നെ ഗുണിക്കണം 4 ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഹരിക്കണം. അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം ആ രീതിയിൽ ചെയ്യാം. ഒന്നിക്കൽ ലെഫ്റ്റിലും റൈറ്റിലും 4 കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ ഈ 4 ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ ഹരിക്കണം എന്നാകും അല്ലെ. അതായത് എ സമം മൈനസ് 68/4d. 68നെ 4 കൊണ്ട് ഹരിക്കുക. 68നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 17 എന്ന് വരും. അപ്പോൾ ഒരു മൈനസും കൂടിയുണ്ട്. അതായത് എ സമം മൈനസ് 17d എന്ന് വരും. എല്ലാത്തിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അതായത് എ പ്ലസ് 17 മൈനസ് 17 ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ പ്ലസ് 17 ആകും. എ പ്ലസ് 17d സമം 0. എ പ്ലസ് 17d സമം 0. എ പ്ലസ് 17d എന്ന് പറയുന്നത് 18ാം പദമാണ് അല്ലെ. 18ാം പദമാണ് എ പ്ലസ് 17d. അപ്പോൾ 18ാം പദം എത്രയാണ്? 0 ആയിരിക്കും. 18ാം പദം 0 ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ തന്നെ സെയിം ക്വസ്റ്റ്യൻ ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0, 1/4, 1/2, 3/4 എക്സെട്ര ഈ ശ്രേണിയുടെ അടുത്ത പദമേത്? അപ്പോൾ സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് 0, പിന്നെ 1/4, 1/4, അര, 1/4, 1. അപ്പൊ ഇങ്ങനെ പോകുന്നത് എന്താണ്? ശരിക്കും സമാന്തര ശ്രേണിയാണ്. അതായത് നമുക്ക് അടുത്തത് എത്രയാണ്? 1/4 വരിക എന്നറിയാം അല്ലെ. അത് അര, 1/4, 1/4, അര, 1/4 ഫുള്ള്. അതായത് 4 കൂട്ടി പോവാ. അടുത്തത് 1, 1/4 വരിക എന്നറിയാം. അപ്പൊ ഡയറക്റ്റ് എത്രയാണ് വരിക? 1, 1/4 ഓപ്ഷൻ ഇല്ല അല്ലെ. അതിനൊന്ന് മാറ്റുക. അതായത് 4 ഗുണിക്കണം 1 4, 4 പ്ലസ് 1 5, 5/4. ഓപ്ഷൻ സി ആണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ. സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്താൽ മതി? എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കുക. ഫസ്റ്റ് 0 അതവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് 0 വന്നു. അടുത്തത് 1/4 അല്ലെ. അടുത്തത് 1/2 ആണ്. അടുത്തത് 3/4 ആണ്. അടുത്തത് 1 ആണ്. അപ്പൊ നമുക്ക് എല്ലാം ഡിനോമിനേറ്റർ സെയിം ആക്കുക. അപ്പൊ 0, 1/4. ഈ 1/2നെ എന്ത് എഴുതാം? അംശത്തിലും ഛേദത്തിലും 2 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വരും? 1 ഗുണിക്കണം 2, 2/4 എന്ന് വരും അല്ലെ. അടുത്തത് 3/4 എന്ന് വരും. അടുത്തതോ ഇതിനെങ്ങനെ എഴുതാം? അതായത് ഇതിന്റെ അംശവും ഛേദത്തിലും 4 കൊണ്ട് ഗുണിക്കുക. 4 കൊണ്ട് ഗുണിക്കുക. അത് 1 എന്ന് പറയുന്നത് 1/1 ആണ്. അംശത്തിലും ഛേദത്തിലും 4 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്ര വരും? 4/4. അതായത് 1/4, 2/4, 3/4, 4/4. അടുത്തത് എത്രയായിരിക്കും? 5/4. ഇങ്ങനെയാണ് ശ്രേണി പോവുക. അപ്പൊ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ് 5/4. ഈ 4, അര, 1/4 ഇങ്ങനെ അറിയുന്നവർക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാൻ പറ്റും കേട്ടോ. നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു സമാന്തര ശ്രേണിയാണോ? സമാന്തര ശ്രേണിയാണല്ലേ. ഏതാണ് കൂട്ടി പോകുന്നത്? 4 കൂട്ടിയിട്ട് അല്ലെ. ഫസ്റ്റ് 0 പ്ലസ് 1/4 ആണ്. സെക്കൻഡ് ടേം 1/4 വന്നത്. അടുത്തത് 1/4 പ്ലസ് 1/4, 2/4. ഈ 2/4 ആണ് 1/2 എന്ന് എഴുതിയത്. അടുത്തത് അതായത് 2/4, 2/4 പ്ലസ് 1/4 അതാണ് 3/4 വന്നത്. അടുത്തത് 3/4 പ്ലസ് 1/4, 4/4. 4/4 ആണ് നമ്മുടെ 1 ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊരു സമാന്തര ശ്രേണിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ തന്നെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണ് എങ്കിൽ ആ സമാന്തര ശ്രേണിയുടെ 18ാം പദം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ നമുക്ക് അവിടെ ഏതാണ് ആൻസർ കിട്ടിയത്? 0 ആണ് ആൻസർ ആയിട്ട് കിട്ടിയത് അല്ലെ. അപ്പൊ ഇവിടെ ഈ ഓപ്ഷനിൽ 0 ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി ആണ്. ഇവ ഒന്നും അല്ല. സെയിം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ 0 വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മാത്രമേ റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിവിടെ ഓപ്ഷൻ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എടുത്ത് എഴുതിയത്. അടുത്തത് നോക്കാം.
റൂട്ട് 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് എക്സെട്ര പ്ലസ് 101ന്റെ വില എത്രയായിരിക്കും? ഇതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് റൂട്ടിന്റെ ഉള്ളിലുള്ളത് ഫസ്റ്റ് ഒന്ന് എടുത്ത് എഴുതി നോക്കാം. 1, 3, 5, 7 എക്സെട്ര പ്ലസ് 101. അതായത് ഒറ്റ സംഖ്യകളുടെ തുകയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പൊ ഡയറക്റ്റ് തുക കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ, n സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെ ചെയ്യുക? 101 മൈനസ് 1/2 പ്ലസ് 1 ചെയ്താൽ മതി. 101 മൈനസ് 1 100. 100/2 പ്ലസ് 1 100/2 50 ആണ്. 50 പ്ലസ് 1 51 ഒറ്റ സംഖ്യകളാണുള്ളത്. അപ്പൊ ഇതിന്റെ തുക എങ്ങനെ എഴുതാം? 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 51 സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. 51 സ്ക്വയർ. അതായത് ഇവിടെ റൂട്ട് 51 സ്ക്വയർ. റൂട്ട് 51 സ്ക്വയർ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയിട്ട് 51. അതിന്റെ വില എത്രയായിരിക്കും? 51. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അല്ലെ. അപ്പൊ ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതിന്റെ വില എത്രയായിരിക്കും? വില 51 ആയിരിക്കും കേട്ടോ. വില 51 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11നും 90നും ഇടയിലുള്ള എത്ര സംഖ്യകൾ 7 കൊണ്ട് ഹരിക്കുന്നു? അതായത് 11നും 90നും ഇടയിൽ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന, പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ സംഖ്യകൾ ഏതൊക്കെയാണ്? 11ഉം 90ഉം. അപ്പൊ ഇതിനിടയിലാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഇതിനിടയിൽ 7 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ നമ്പർ അതേപടി വെക്കുക. സെക്കൻഡ് നമ്പറിലെ 90 അതൊന്ന് കുറച്ചിട്ട് എഴുതുക. അതായത് 89. ഇനി ഏതുകൊണ്ടാണ് ഹരിക്കേണ്ടത്? 7 കൊണ്ടല്ലേ. അതായത് 11 ഹരിക്കണം 7, 89 ഹരിക്കണം 7. 11 ഹരിക്കണം 7 ചെയ്യുമ്പോൾ എത്രയാ വരിക? 11 ഹരിക്കണം 7, 7 7 ശിഷ്ടം വരും അല്ലെ. ശിഷ്ടം നോക്കണ്ട, പൂർണ്ണമായിട്ട് എത്ര തവണ ഹരിക്കാൻ പറ്റുന്നുണ്ട് നോക്കുക. എത്ര തവണ പറ്റും? ഒരു തവണ. അതുപോലെ 89 ഹരിക്കണം 7 ചെയ്യുക. 7 7 19 വരും. 2 7 14 അല്ലെ. ശിഷ്ടം നോക്കണ്ട, പൂർണ്ണമായിട്ട് എത്ര തവണ ഹരിക്കാൻ പറ്റും? 12. അപ്പൊ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 12 മൈനസ് 1 ചെയ്യുക. അത് ഹരണഫലം കിട്ടുമല്ലോ. ഹരിച്ചാൽ കിട്ടുന്ന പൂർണ്ണമായിട്ട് എത്ര തവണ ഹരിക്കാൻ പറ്റുന്നുണ്ട് നോക്കുക. 1ഉം 12ഉം ആണ് അല്ലെ. അത് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്താൽ എത്രയാ വരിക? 11. അപ്പൊ എത്ര പൂർണ്ണസംഖ്യകളുണ്ട്? അതായത് 7 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന 11 സംഖ്യകളുണ്ട്. 7 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന 11 സംഖ്യകൾ. 7 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന 11 സംഖ്യകൾ. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? അപ്പൊ ഇവിടെ 11നും 90നും ഇടയിലാണ് അല്ലെ. 11 90. അപ്പൊ ഫസ്റ്റത്തെ നമ്പർ അതേപടി വെക്കുക. സെക്കൻഡ് നമ്പർ അതായത് 90ന് ഒന്ന് കുറച്ചിട്ട് എഴുതുക. അതായത് 89. ഇനി എന്ത് ചെയ്യുക? 7 കൊണ്ടാണല്ലോ ഹരിക്കേണ്ടത്. അപ്പൊ രണ്ട് സംഖ്യകളെയും 7 കൊണ്ട് ഹരിക്കുക. പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നത് മാത്രം എഴുതിയാൽ മതി. അതിന്റെ ശിഷ്ടം നോക്കണ്ട. അപ്പൊ പൂർണ്ണമായിട്ട് എത്ര തവണ ഹരിക്കാൻ പറ്റുന്നുണ്ട് നോക്കുക. 11/7 ഒരു തവണയെ പറ്റുള്ളൂ. ശിഷ്ടം നോക്കണ്ട. അതുപോലെ 89 12 തവണയേ പറ്റുള്ളൂ അല്ലെ. പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നത് 12 തവണയാണ്. ഇനി എന്ത് ചെയ്യാം? കിട്ടിയ ഹരണഫലങ്ങൾ ഉണ്ടല്ലോ, അത് മൈനസ് ചെയ്യുക. അതായത് 12 മൈനസ് 1 11. അപ്പൊ അതായത് 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന 11 സംഖ്യകൾ ഉണ്ടാകും. 11നും 90നും ഇടയിൽ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന 11 സംഖ്യകളുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 11 സംഖ്യകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ചൊരു ക്ലിയർ അല്ല അല്ലെ. അതായത് ഇവിടെ 552 തുക നൽകാൻ. തുക എന്ന് പറയുന്നത് 552 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ശ്രേണി എഴുതുക. അതായത് 2 10 18 എക്സെട്ര എന്ന ശ്രേണിയിൽ എത്ര സംഖ്യകൾ എടുക്കണം? അപ്പോൾ അതായത് 2 10 18 എക്സെട്ര എന്ന ശ്രേണിയിൽ ആഡ് ചെയ്താൽ എപ്പോഴാണ്, എത്ര സംഖ്യകൾ ആഡ് ചെയ്താലാണ് 552 കിട്ടുക? ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്താ ചെയ്യാം? തുക അതായത് 552. തുക സമം, തുക എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ അവസാന പദവും ഇല്ല. അപ്പൊ തുകേന്റെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം പ്ലസ് അവസാന പദം ഉപയോഗിക്കാൻ പറ്റുക? ഇല്ല അല്ലെ. അപ്പൊ ഏത് ഉപയോഗിക്കണം? n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഈ ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അവസാന പദം തരാത്തത് കൊണ്ടാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എന്നും അറിയില്ല അല്ലെ. എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n/2 ഇൻറ്റു 2 ഇൻറ്റു a. 2 ഇൻറ്റു a എത്രയാണ് ഇവിടെ? 2 ആണ് അല്ലെ. 2 ഇൻറ്റു a എന്ന് പറയുന്നത് 2 ആണ്. 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഡി കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 10 18. എത്രയാണ് കൂടിക്കൂടി പോകുന്നത്? 8 ആണ് കൂടിക്കൂടി പോകുന്നത് അല്ലെ. അതായത് ഇവിടെ പൊതുവ്യത്യാസം 8 ആണ്. അതായത് ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടും 552 ഗുണിക്കണം 2. 2നെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. n ഇൻറ്റു 2 ഗുണിക്കണം 2 4. 4 പ്ലസ് ആ ബ്രാക്കറ്റ് ഒന്ന് മാറ്റുക. n ഇൻറ്റു 8 8n മൈനസ് 8 എന്ന് വരും അല്ലെ. 8 ഇസ് ഈക്വൽ ടു n ഇൻറ്റു 8n 4 മൈനസ് 8 മൈനസ് 4. 8n മൈനസ് 4 എന്ന് വരും. ഇനി നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ഗുണിക്കാം. 2 2 4 5 2 10 0 ബാക്കി 1 5 2 1 11 എന്ന് വരും അല്ലെ. അപ്പൊ ഇതാണ് നമുക്ക് തുകയായിട്ട് കിട്ടേണ്ടത്. ഇനി എന്ത് ചെയ്യുക? ഓപ്ഷൻ നോക്കുക. അപ്പൊ a സമം 10 എന്ന് എടുത്ത് നോക്കാം. a സമം 10.
ഫസ്റ്റത്തെ ഓപ്ഷനാണ്. എ സമം 10 എന്ന് എടുത്താൽ എന്നിന് 10 എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 10 × 8 + 10 80 അല്ലേ? 80 - 4. 80 - 4 എത്രയാണ് വരിക? 80 - 4 10 ഗുണിക്കണം 80 - 4 76. അപ്പോൾ എത്രയാണ് വരിക? 760. അപ്പോൾ ഇതല്ല അല്ലേ? നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 1104 ആണ്. ഇനി ഓപ്ഷൻ ബി എടുക്കുക. ഓപ്ഷൻ ബി എത്രയാണ്? 12 അല്ലേ? 12 നോക്കുക. അതായത് ഇവിടെ 12 എന്ന് കൊടുക്കുമ്പോൾ 12 × 8 × 12 8 × 12 - 4 = 12 × 8 × 12 എത്രയാണ്? 8 × 12 96 അല്ലേ? 96 - 4 12 96 - 4 92 ആണല്ലേ? 92 12 × 92 1104. അതല്ലേ നമുക്ക് സമ്മായിട്ട് കിട്ടേണ്ടത്? 1104. അപ്പോൾ ഇവിടെ എത്രയാണ്? എത്ര സംഖ്യകൾ എടുക്കണം? 12 സംഖ്യകൾ എടുക്കണം. ആ 12 സംഖ്യകളുടെ തുകയാണ് 552 വരുന്നത്. 2 10 18 എക്സെട്ര അങ്ങനെ 12 സംഖ്യകൾ എടുക്കുക. ആ 12 സംഖ്യകളുടെ തുകയാണ് 552 ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മധ്യപദം 212. മധ്യപദം 212 ആണെങ്കിൽ തുടർച്ചയായ 51 ഇരട്ട സംഖ്യകൾ ഇരട്ട സംഖ്യകളുടെ ആകെ തുക, ഇരട്ട സംഖ്യകളുടെ തുക എന്താണ്? അതായത് മധ്യപദം എന്ന് പറയുമ്പോൾ 51 പദങ്ങളുണ്ട്. 51 പദം അതിന്റെ മിഡിൽ ടേം ആണ് 212. മിഡിൽ ടേം 212. അങ്ങനെയാണെങ്കിൽ ആ ഇരട്ട സംഖ്യകളുടെ തുക എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിന്റെ ലെഫ്റ്റിൽ എത്ര പദങ്ങൾ ഉണ്ടാവും? ലെഫ്റ്റിൽ 25 പദങ്ങൾ ഉണ്ടാവും അല്ലെ? ലെഫ്റ്റിൽ 25 പദങ്ങളുണ്ടാവും, റൈറ്റിലും 25 പദങ്ങളുണ്ടാവും. അതിന്റെ മിഡിൽ ടേം ആണ് 212. അങ്ങനെയാണെങ്കിൽ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് തുക സമം മധ്യപദം അല്ലേ? മധ്യപദമാണെങ്കിൽ തുക എന്ന് പറയുന്നത് മധ്യപദം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മധ്യപദം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മധ്യപദം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അതായത് 212 × 51. 212 × 51 ഗുണിച്ച് നോക്കുക. ഗുണിച്ചാൽ വരിക 10 81 2. അതായത് 10812. 10812. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരിക. 212 ഗുണിക്കണം 51. 212 ഗുണിക്കണം 51 10812. 10812. മധ്യപദം എന്ന് പറയുമ്പോൾ ഇതേതാണ്? ആവറേജ് ആയിട്ടാണ് വരിക അല്ലേ? അതായത് ആവറേജ് 212 ആണ്. അങ്ങനെയാണെങ്കിൽ തുക കണ്ടുപിടിക്കാൻ ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. 212 × 51 10812. 10812. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 100നും 400നും ഇടയിലുള്ള 6ന്റെ ഗുണിതങ്ങളുടെ ആകെത്തുക. അതായത് 100നും 400നും ഇടയിൽ 6 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ ശ്രേണി. ആ സംഖ്യകളെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാ വരിക എന്നാണ് ചോദ്യം. അതായത് 100നും 400നും ഇടയിൽ 6 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ, ആ സംഖ്യകളുടെ തുക എത്രയാണ് വരിക? അപ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എണ്ണം മാത്രമാണെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? 6 എങ്ങനെയാണ്? പിന്നെ ഫസ്റ്റ് സംഖ്യ അതേപടി വെക്കുക, സെക്കൻഡ് സംഖ്യ ഒന്ന് കുറക്കുക. അതായത് 100 399 എന്നിട്ട് തന്നെ 6 കൊണ്ട് ഹരിക്കുക. അത് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ മാത്രം എടുക്കുക, എന്നിട്ട് രണ്ടും കൂടി മൈനസ് ചെയ്യുക. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് തുകയും കൂടി കണ്ടുപിടിക്കേണ്ടതുള്ളത് കൊണ്ട് ആദ്യത്തെ പദം ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യത്തെ പദം മാത്രം കണ്ടുപിടിച്ചിട്ടും ചെയ്യാം, ആദ്യത്തെ പദം അവസാന പദവും കണ്ടുപിടിച്ചിട്ടും ചെയ്യാം അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ആദ്യ പദവും അവസാന പദവും എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്നിട്ട് അതുപോലെ നമുക്ക് ചെയ്യാം. പല രീതിയിലും ചെയ്യാം കേട്ടോ. ഒരു മെത്തേഡ് ഞാനിന്ന് പറഞ്ഞു തരാം. അപ്പൊ ആദ്യ പദം കണ്ടുപിടിക്കാൻ 100 ഹരിക്കണം 6 കൊണ്ടല്ലേ പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന സംഖ്യയല്ലേ കണ്ടുപിടിക്കേണ്ടത്? 100 ഹരിക്കണം 6 ചെയ്യുക. 6 ശിഷ്ടം 4. 40 എന്ന് പറയുമ്പോൾ 6 36 ശിഷ്ടം 4. അതായത് ഈ 4ന്റെ കൂടെ 2 കൂട്ടിയാൽ നമുക്ക് പൂർണ്ണമായിട്ടും 6നെ കൊണ്ട് ഹരിക്കാൻ പറ്റൂല. അതായത് നമ്മുടെ 100നോട് 2 കൂടി കൂട്ടുക. അപ്പോൾ ആദ്യത്തെ സംഖ്യ ഏതായിരിക്കും 6നെ കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്നത്? 102 ആയിരിക്കും. ഇനി അവസാന പദം കണ്ടുപിടിക്കണം അല്ലെ? അവസാന പദം കണ്ടുപിടിക്കാൻ 400നെ 6 കൊണ്ട് ഹരിക്കുക. 400നെ 6 കൊണ്ട് ഹരിക്കുക. എത്ര വരിക? 6 36 ശിഷ്ടം 4 വന്നു 40 തന്നെ അല്ലെ? 6 36. ഇപ്പൊ ശിഷ്ടം എത്രയാണ്? 4. അതായത് ഈ 400ന്ന് 4 കുറക്കുക. 400ന്ന് 4 കുറക്കുക. അപ്പോൾ എത്ര വരിക? 396 എന്ന് വരും. അപ്പോൾ ആദ്യ പദവും കിട്ടി, അവസാന പദവും കിട്ടി. ഇത് കിട്ടിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലെ? ഇനി നമുക്ക് എന്താ വേണ്ടത്? എത്ര സംഖ്യകളുണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ n സമം അവസാന പദം 396 മൈനസ് ആദ്യ പദം 102 ഡിവൈഡഡ് ബൈ 6 കൊണ്ടല്ലേ ഹരിക്കേണ്ടത്? 6 പ്ലസ് 1 എന്ന് കിട്ടുക. അതായത് 396 മൈനസ് 102. 396 മൈനസ് 102 ചെയ്യുക. എത്ര വരും? 4 9 2 അല്ലെ? 294 ബൈ 6 ഹരിക്കണം 6 ചെയ്യുക. ഹരിക്കണം 6 ചെയ്യുമ്പോൾ 3 6 18 4 6 24 അല്ലെ? 4 6 24 പിന്നെ 54 വരും. 9 6 54 9 49 പ്ലസ് 1
അപ്പോൾ എത്ര വരും 50 സംഖ്യകളുണ്ട് എന്ന് കിട്ടും. n സമം 50 സംഖ്യകളുണ്ട് എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യ പദവും കിട്ടി, അവസാന പദവും കിട്ടി, n ഉം കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തുക കണ്ടുപിടിച്ചൂടെ. അപ്പോൾ തുക സമം n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പോൾ ഇവിടെ n എത്രയാണ് 50 അല്ലേ. 50/2 ഇൻറ്റു ആദ്യ പദം എത്രയാണ്, ആദ്യ പദം 102, അവസാന പദം 396. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, 50/2 ഇൻറ്റു 102 പ്ലസ് 396. 102 പ്ലസ് 396 498 എന്ന് വരും. 498. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാം. ഈ 2നെ സിംപ്ലിഫൈ ചെയ്താൽ 2 2 4 എത്ര വരും, 4 2 8 9 2 18 249. 50 ഗുണിക്കണം 249 ചെയ്യുക. 0 എത്ര വരും, 1245 അല്ലേ. അതായത് 12450 ആണ് വരിക. 12450. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 12450. ഇവിടെ ഞാൻ ലാസ്റ്റ് പദം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്, അല്ലാതെയും ചെയ്യാം കേട്ടോ. ലാസ്റ്റ് പദം കണ്ടുപിടിക്കാണ്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ആ ഇക്വേഷൻ, n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടും ചെയ്യാം. ആദ്യ പദം മാത്രം കണ്ടുപിടിച്ചിട്ടും ചെയ്യാം കേട്ടോ. എന്തായാലും n കണ്ടുപിടിക്കണം. n 50 നീട്ടി. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം തുക ആദ്യ പദം പ്ലസ് അവസാന പദമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അവസാന പദം കണ്ടുപിടിക്കാതെ നമുക്ക് ചെയ്യാം. n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. ഏത് മെത്തേഡ് ചെയ്താലും നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടുക 12450 ആണ്. 12450. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗണിത ശ്രേണിയിലെ ആദ്യ 30 പദങ്ങളുടെ ആകെ തുക 6, 12, 18 ലാസ്റ്റ് എത്രയാണ്, 2790 ആണെങ്കിൽ അപ്പോൾ 13, 19, 25 ഗണിത ശ്രേണിയിലെ ആദ്യ 30 പദങ്ങളുടെ ആകെ തുക എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് 6, 12, 18 അങ്ങനെ 30 പദങ്ങൾ. 30 പദം എന്ന് പറയുമ്പോൾ 30ാമത്തെ പദം എത്രയാണ് വരിക, 6ന്റെ ഗുണിതങ്ങളാണ്. അതായത് 6 ഗുണിക്കണം 30 അല്ലെ. ഇത്രയും പദങ്ങളുടെ തുക എത്രയാന്ന് തന്നിട്ടുണ്ട്, 2790. ഈ 6 ഗുണിക്കണം 30 നമുക്ക് എങ്ങനെ എഴുതാം, 6 3 18 ആണ് അല്ലെ. അതായത് 180 എന്ന് എഴുതാം. 180. 6, 12, 18 എക്സെട്ര അങ്ങനെ 180 വരെയുള്ള പദങ്ങളുടെ തുക 2790 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 13, 19, 25 എക്സെട്ര 30 പദങ്ങളുടെ തുക, ഇങ്ങനെ വരുന്ന 30 പദങ്ങളുടെ തുക എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റും സെക്കൻഡും ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ അല്ലേ. അതായത് 6 അവിടെ നിൽക്കട്ടെ. അപ്പോൾ ബാക്കി എത്രയാണ്, അതായത് 12 കൂട്ടണം 1 13, 18 കൂട്ടണം 1 19. അങ്ങനെ 29ാമത്തെ പദം എത്രയായിരിക്കും വരിക, 180 കൂട്ടണം 1 181 വരും അല്ലെ. 30ാമത്തെ പദോ 6 കൂട്ടിയിട്ടാണല്ലോ പോകുന്നത്. അതായത് 187 വരും അല്ലെ. 30ാമത്തെ പദങ്ങൾ അതായത് 13, 19, 25 എക്സെട്ര 181, 187 ഈ പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 13 മുതൽ 181 വരെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കുക, 12 മുതൽ 180 വരെ, അതായത് 6 നമുക്ക് കൂട്ടാം, ലാസ്റ്റ് മൈനസ് ചെയ്താൽ മതിയല്ലോ. 6 മുതൽ 180 വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിനോടും 1 കൂട്ടിയാൽ മതിയല്ലോ. അതായത് ഇവിടെ തുക എത്രയാണ് വരിക, 2790. 2790 എത്ര 1 കൂട്ടണം, അതായത് 29 പദങ്ങൾ ഇല്ല, 29 പദങ്ങളുടെ കൂടെ നമ്മൾ 1 കൂട്ടിയിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് 29 ഗുണിക്കണം 1 29. പിന്നെ നമ്മൾ അവസാനത്തെ 30ാമത്തെ പദം എത്രയാണ്, 187 ആണ് 30ാമത്തെ പദം അല്ലെ. ഇതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം, നമ്മുടെ 6നെ മൈനസ് ചെയ്യണം. 6 കൂട്ടുന്നില്ലല്ലോ. അപ്പൊ ഇത് നമുക്ക് ആഡ് ചെയ്താൽ എത്രയാണ് വരിക, 2790 പ്ലസ് 29 പ്ലസ് 187 ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 3000 ആണ് കിട്ടുക കേട്ടോ. 3000. അതായത് 2790 29 187 അല്ലെ. 187 9 7 16 വരും അല്ലെ. 16 1 വരും. 8 2 10 10 10 20 20 0 ബാക്കി 2 വരും. 7 1 എത്ര വരിക, 7 1 8 8 2 10 0 ബാക്കി 1 3006. 3006 6 മൈനസ് ചെയ്യുക. 6 മൈനസ് ചെയ്യുമ്പോൾ 3000 എന്നാണ് വരിക. 3000. അപ്പൊ എത്രയാണ് വരിക, 3000 ആണ് തുക വരിക. ഇല്ലേത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടും കണ്ടുപിടിക്കാം. എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇത് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, 13 19 25 അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതിന്റെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെ 7 മടങ്ങ് 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ അതിന്റെ 18ാം പദം എത്രയായിരിക്കും? 18ാം പദം? 18ാം പദം 0 ആയിരിക്കും അല്ലെ? 0 ആയിരിക്കും. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 18ാം പദം 0 ആയിരിക്കും. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 7ാം പദത്തിന്റെ 7 മടങ്ങ്. 7ാം പദത്തിന്റെ 7 മടങ്ങ് എന്ന് പറയുമ്പോൾ 7ാം പദത്തിന്റെ 7 മടങ്ങ്. 7ാം പദം എന്ന് പറയുമ്പോൾ a+rd അല്ലെ? a+rd സമം 11ാം പദത്തിന്റെ 11 മടങ്ങ്. 11ാം പദത്തിന്റെ 11 മടങ്ങ് എന്ന് പറയുമ്പോൾ 11ാം പദം എന്ന് പറയുമ്പോൾ a+10d അല്ലെ? a+10d. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? d സമം 0 എന്ന് കിട്ടും. തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും യഥാക്രമം 144 300 ആണ്. പൊതുവായ അനുപാതം 3 ആണ്. ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കണ്ടെത്തുക. ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കണ്ടെത്തുക. എങ്ങനെയാണ് പദങ്ങളുടെ എണ്ണം കണ്ടെത്തുക? ആദ്യ പദവും അവസാന പദവും തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അതായത് 300 മൈനസ് 144 ബൈ പൊതുവായ അനുപാതം 3 ആണ്. 3 പ്ലസ് 1. 300 മൈനസ് 144 156 വരും അല്ലെ? 156 ബൈ 3 പ്ലസ് 1. 156 ഹരിക്കണം 3. 5 3 15 2 3. അപ്പൊ 52. 52 പ്ലസ് 1. 52 പ്ലസ് 1 53. അതായത് ഇവിടെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ്. അതായത് അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം 3 ആണ്. 3 പിന്നെ പ്ലസ് 1. അപ്പോൾ ഇവിടെ 300 മൈനസ് 144 ബൈ 3 പ്ലസ് 1. 156 ബൈ 3 പ്ലസ് 1. 52 പ്ലസ് 1 53 എന്ന് വരും. അതായത് ഈ ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എത്രയാണ്? പദങ്ങളുടെ എണ്ണം 53 ആണ്. 53 പദങ്ങളാണ് ഈ ശ്രേണിയിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1, 99 എന്നീ സംഖ്യകൾക്കിടയിലുള്ള 5ന്റെ ഗുണിതങ്ങൾ. 5ന്റെ ഗുണിതങ്ങളായ എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുക എത്രയാണ്? അപ്പോൾ 1നും 99നും ഇടയിൽ 5 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ, അതിന്റെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ സംഖ്യകൾ ഏതൊക്കെയാ വരിക? ഫസ്റ്റത്തത് 5 കൊണ്ട് പൂർണ്ണമായും, അത് 5ന്റെ ഗുണിതങ്ങൾ, അതായത് 5 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റണം. ഏതൊക്കെയാണ്? 5, 10, 15 എക്സെട്രാ. ലാസ്റ്റ് എത്രയായിരിക്കും? 95 ആയിരിക്കും അല്ലെ? അപ്പൊ ഇതിന്റെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. എല്ലാത്തിനും ഞാൻ 5 ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ എത്രയാ വരിക? 1, 2, 3 എക്സെട്രാ. ലാസ്റ്റ് 1, 9, 19 എന്ന് വരും അല്ലെ? അതായത് 5 പ്ലസ് ഇതിന്റെ തുക കണ്ടുപിടിച്ചാൽ മതിയല്ലോ. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് 19. ഈ ബ്രാക്കറ്റിലുള്ള പദം എന്താണ്? 1 മുതൽ 19 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കുക? n × n+1/2 ആണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 5 × n × n+1, അതായത് 19 × n+1 എന്ന് പറയുമ്പോൾ 20 അല്ലെ? 20/2 സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ ഇവിടെ 10 എന്ന് വരും. അതായത് 5 ഗുണിക്കണം 19 95 ആണ്. 95 ഗുണിക്കണം 10 950 അല്ലെ? 950. അപ്പൊ 950 ആണ്. എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? 950. അപ്പൊ ഇവിടെ എങ്ങനെയാ ചെയ്തതിന്? 5ന്റെ ഗുണിതങ്ങളായ എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. 5ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ 1നും 99നും ഇടയിൽ. 1നും 99നും ഇടയിൽ എന്ന് പറയുമ്പോൾ 5, 10, 15 എക്സെട്രാ 95 വരെ വരും അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതിന്റെ സം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെ? എത്ര സംഖ്യകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. 5നും 95നും ഇടയിൽ എത്ര സംഖ്യകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. അതായത് 19 സംഖ്യകൾ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക? ആ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അറിയാം അല്ലെ? n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാനിവിടെ അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്തു. എല്ലാത്തിനും 5 ഔട്ട് സൈഡ് എടുത്തു. 5 ഔട്ട് സൈഡ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് 1, 2, 3, 4 എണ്ണൽ സംഖ്യകളാണ് കിട്ടുന്നത് അല്ലെ? അപ്പൊ ആ 19 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ 5 കൊണ്ട് ഗുണിക്കുക. അതായത് 5 ഗുണിക്കണം 19 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ 19 × 20/2. അപ്പൊ എത്ര കിട്ടും? 5 ഗുണിക്കണം 19 ഗുണിക്കണം 10 950. എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? 950. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 950. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 100, 1000 എന്നീ സംഖ്യകൾക്കിടയിൽ 9ന്റെ ഗുണിതങ്ങളായ എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുക എത്രയാണ്? 9ന്റെ ഗുണിതങ്ങളായ എല്ലാ എണ്ണൽ സംഖ്യകളും. അപ്പൊ നമുക്ക് സംഖ്യകൾ കണ്ടുപിടിക്കുക അല്ലെ? ഫസ്റ്റ് സംഖ്യ ഏതായിരിക്കും? ഫസ്റ്റ് സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കുക? 100 ഹരിക്കണം 9 ചെയ്യാം. 9 9 ശിഷ്ടം 1 വന്നു. വീണ്ടും 10 9 9 ശിഷ്ടം 1. അതായത് ഈ 1നോട് 8 കൂട്ടിയാൽ 9 കിട്ടും അല്ലെ? അപ്പൊ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അതായത് ആദ്യത്തെ സംഖ്യ ഏതായിരിക്കും? 108 ആയിരിക്കും അല്ലെ? 108നെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. ഇനി അവസാനത്തെ സംഖ്യ ഏതായിരിക്കും? 1000 എന്ന് പറയുമ്പോൾ 999. അല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 1000 ഹരിച്ചു നോക്കുക. 1000 ഹരിക്കണം 9. 9 9 വീണ്ടും 10 വന്നു. 9 9 വീണ്ടും 10 വന്നു. 9 9. അതായത് ശിഷ്ടം 1. ഈ 1 1000 മൈനസ് ചെയ്താൽ 999 എന്ന് വന്നു. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇതിൽ നിന്നൊക്കെ നമുക്ക് 9 വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുത്തിട്ട് ചെയ്യാം. 9 ഔട്ട് സൈഡ് എടുക്കുക. 9 ഔട്ട് സൈഡ് എടുത്തിട്ട് ചെയ്താൽ എന്ത് കിട്ടും?
അതായത് ഇവിടുന്ന് 9 ഔട്ട് സൈഡ് എടുത്താൽ 12 കിട്ടും, അടുത്തത് 13 ആയിരിക്കും, അടുത്തത് 14, അങ്ങനെ ലാസ്റ്റ് എത്ര വരും? 9 ഔട്ട് സൈഡ് എടുത്താൽ 111 എന്ന് വരും. 111. അപ്പോൾ നമുക്ക് ഈ 12, 13, 14 ഇതിന്റെ തുക കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് എത്ര സംഖ്യകളുണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? എത്ര സംഖ്യകൾ ഉണ്ടാകും? 12, 13, 14. അപ്പോൾ സംഖ്യകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ആദ്യ പദം അല്ല അവസാന പദം അല്ലെ. 111 112 കുറക്കുക. 111 12 കുറക്കുക. എത്രയാണ് വരിക? 111 12 കുറച്ചാൽ എത്രയാണ് വരിക? 99 എന്ന് വരും അല്ലെ. 99 പ്ലസ് 1 എത്ര സംഖ്യകളുണ്ട്? 100 സംഖ്യകളുണ്ട്. 100 സംഖ്യകളാണുള്ളത്. 100 സംഖ്യകൾ. അപ്പോൾ നമുക്ക് എങ്ങനെ തുക കണ്ടുപിടിക്കുക? എണ്ണൽ സംഖ്യകളാണല്ലേ 12, 13, 14. അപ്പോൾ തുക കണ്ടുപിടിക്കാൻ n/2. n/2 എന്ന് പറയുമ്പോൾ ഇവിടെ 100/2. n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം 12 ആണ്, അവസാന പദം 111 ആണ്. 111 9 ഗുണിക്കണം 100/2 ഗുണിക്കണം എത്ര വരും? 123 അല്ലേ. 123. ഇതെല്ലാം കൂടി ഗുണിക്കുക. അപ്പോൾ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 11,07,00/2. ഇത് എത്രയാണ് കിട്ടുക? ഇത് കിട്ടുന്നത് 55,35,000 55,350 എന്ന് കിട്ടും കേട്ടോ. 55,350. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 55,350. അല്ലാതെ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? ഡയറക്റ്റും ചെയ്യാം കേട്ടോ. ഡയറക്റ്റ് 9,108 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ സംഖ്യകൾ കണ്ടുപിടിക്കാം. അങ്ങനെയും ചെയ്യാം, പല രീതിയിൽ ചെയ്യാം. ഒരു മെത്തേഡ് ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിനേക്കാളും ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മെത്തേഡ് അറിയെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3, 9, 15 എന്ന ശ്രേണിയുടെ എണ്ണാം പദം ഏത്? 3, 9, 15 എന്ന ശ്രേണിയുടെ എണ്ണാം പദം. എണ്ണാം പദം എങ്ങനെ കണ്ടുപിടിക്കുക? എ എന്ന് പറയുന്നത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ നമുക്ക് ഇവിടെ എയും കിട്ടണം, പൊതുവ്യത്യാസവും കിട്ടണം. എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? എ ആദ്യ പദമാണ്. ആദ്യ പദം 3 അല്ലേ. പൊതുവ്യത്യാസം ഡി. ഡി സമം എത്രയാണ്? 3, 9, 15. എത്ര കൂട്ടിയിട്ടാണ് പോകുന്നത്? 3 പ്ലസ് 6 9. 9 പ്ലസ് 6 15 അല്ലേ. അപ്പോൾ ഡി എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്. അങ്ങനെയാണെങ്കിൽ എണ്ണാം പദം എന്ന് പറയുന്നത് 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഡി ഇവിടെ എത്രയാണ്? 6 കൊടുക്കുക അല്ലെ. 6 അതായത് 3 പ്ലസ് 6n മൈനസ് 6 ബ്രാക്കറ്റ് മാറ്റുക. അതായത് 6നെ ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ 6n മൈനസ് 6 പ്ലസ് 3 മൈനസ് 6 പ്ലസ് 3 മൈനസ് 3 എന്ന് വരും അല്ലെ. 6n മൈനസ് 3. 6n മൈനസ് 3 ആണ് എണ്ണാം പദം. 6n മൈനസ് 3. എണ്ണാം പദം 6n മൈനസ് 3. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയുടെ മൂന്നാം പദം 34, ആറാം പദം 67 ആയാൽ ആദ്യ പദം ഏത്? അപ്പോൾ മൂന്നാം പദം 34 ആണല്ലേ. മൂന്നാം പദം 34. മൂന്നാം പദം 34, ആറാം പദം 67. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയും? പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ 67 മൈനസ് 34/6 മൈനസ് 3. 67 മൈനസ് 34/6 മൈനസ് 3. 67 മൈനസ് 34 33. 33/3. 33/3 എത്രയാണ്? 11 ആയിരിക്കും പൊതുവ്യത്യാസം കിട്ടുക. 11 പൊതുവ്യത്യാസം കിട്ടിയല്ലോ. ഇനി നോക്കുക, മൂന്നാം പദം 34. മൂന്നാം പദം എന്ന് പറയുമ്പോൾ a പ്ലസ് 2d ആണ് അല്ലെ. a പ്ലസ് 2d 34 ആണെന്ന് കിട്ടി. a പ്ലസ് 2d അതായത് a പ്ലസ് 2 ഗുണിക്കണം d എത്രയാണ്? d 11 ആണ്. a പ്ലസ് 11 2 ഗുണിക്കണം 11 സമം 34. അതായത് ഇവിടെ a സമം 34 മൈനസ് 2 ഗുണിക്കണം 11 22. 34 മൈനസ് 22. 34 മൈനസ് 22 എത്രയാണ് വരിക? 34 മൈനസ് 22 12 അല്ലേ. 12. അപ്പോൾ ആദ്യ പദം എത്രയാണ്? 12. ഓപ്ഷൻ ബി 12. ആദ്യ പദം 12 ആണ്. ആദ്യ പദം 12. കറക്റ്റ് അല്ലേ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാ ചെക്ക് ചെയ്യുക? ആറാം പദം 67 ആണ് അല്ലെ. ആറാം പദം എന്ന് പറയുമ്പോൾ a പ്ലസ് 5d. a പ്ലസ് 5d. a 12 ആണ്. 12 പ്ലസ് 5 ഇൻറ്റു d എത്രയാണ്? d 11 അല്ലെ. 5 ഇൻറ്റു 11. അപ്പോൾ 12 പ്ലസ് 55. 12 പ്ലസ് 55 7 67. അപ്പോൾ കറക്റ്റ് അല്ലേ? 67. അപ്പോൾ ഇവിടെ ആദ്യപദം 12. ആദ്യപദം 12 പൊതുവ്യത്യാസം 11. ആദ്യപദം 12 പൊതുവ്യത്യാസം 11. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ അഞ്ചാമത്തെ പദം 15, ഏഴാമത്തെ പദം 21 ഇതിലെ ആദ്യ പദം ഏത്? അഞ്ചാമത്തെ പദം എത്രയാണ്? അഞ്ചാമത്തെ പദം 15, ഏഴാമത്തെ പദം 21. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം അല്ലെ. പൊതുവ്യത്യാസം എന്നത് 21 മൈനസ് 15/7 മൈനസ് 5 ആണ്. 21 മൈനസ് 15 എത്രയാണ്? 21 മൈനസ് 15 6 ആണ്. 6
6/2 6/2 3 പൊതുവ്യത്യാസം 3 കിട്ടി അല്ലെ പൊതുവ്യത്യാസം 3 കിട്ടി. ഇനി നോക്കുക നമുക്ക് ആദ്യ പദം കണ്ടുപിടിക്കാം. അതിന് മുന്നേ അഞ്ചാം പദം 15 അഞ്ചാം പദം എന്ന് പറയുന്നത് a+4d ആണ് അല്ലെ a+4d അതായത് എന്നാം പദം എന്നത് a+n-1 into d ആണ്. അതായത് ഇവിടെ അഞ്ചാം പദം a+n-1 അതായത് 5 - 1 4 a+4d = 15 തന്നിട്ടുണ്ട്. നമുക്ക് d കിട്ടിയല്ലേ 3 അതായത് a+4 3 12 a+12 = 15. ഇതിന് നമുക്ക് a എന്ത് കിട്ടും a = 15 - 12 15 - 12 3 ആണ് a = 3. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ a = 3. ആദ്യ പദം എത്രയാണ് ആദ്യ പദം 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15നും 95നും ഇടയിൽ 8ന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട്? അതായത് 15നും 95നും ഇടയിൽ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകൾ ഉണ്ട്? അപ്പോൾ 15 95 അല്ലേ. ഈ മെത്തേഡ് നമ്മൾ മുന്നേ ചെയ്തതാണ്. ഫസ്റ്റ് ടേം അതേപടി വെക്കുക, ലാസ്റ്റ് ടേം ഒന്ന് കുറച്ചിട്ട് എഴുതുക. 95 94 ആയിട്ട് എഴുതുക. ഇനി എന്ത് ചെയ്യുക 8 കൊണ്ട് ഹരിക്കുക. 8ന്റെ ഗുണിതങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. 15/8 94/8 15/8 എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം പൂർണ്ണമായിട്ട് പറ്റും? 1 8 8 2 8 16 അതായത് ഒരു തവണ മാത്രമേ പറ്റുള്ളൂ. ഇനി 94 ഹരിക്കണം 8 1 8 8 14 14 1 8 8 2 8 16 ആണ്. അപ്പൊ കഴിയില്ല അല്ലെ. അപ്പൊ 11 പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നത് 11 ആണ്. അപ്പൊ നമുക്ക് എത്ര ഗുണിതങ്ങൾ ഉണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 11 - 1 ആ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ കിട്ടിയില്ല, അത് രണ്ടും കൂടി മൈനസ് ചെയ്യാം. 11 - 1 10. അപ്പൊ എത്ര സംഖ്യകളുണ്ട്? 10 സംഖ്യകളുണ്ട്. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് 15നും 95നും ഇടയിൽ 8 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന അതായത് 8ന്റെ 10 ഗുണിതങ്ങളുണ്ട്. 8ന്റെ 10 ഗുണിതങ്ങൾ. 15നും 95നും ഇടയിൽ 8ന്റെ എത്ര ഗുണിതങ്ങളുണ്ട്? അതായത് 8 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം. 10 സംഖ്യകളാണുള്ളത്. 15നും 95നും ഇടയിൽ 10 സംഖ്യകളുണ്ട്. 8 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന 10 സംഖ്യകളുണ്ട്. എങ്ങനെയാണ് ചെയ്തത്? 15 95 അല്ലെ. അപ്പൊ ഫസ്റ്റ് 15 എടുത്തു, ലാസ്റ്റ് ടേം ഒന്ന് മൈനസ് ചെയ്തിട്ട് എടുത്തു. അപ്പൊ 95 ആണ്, അത് 94 ആയിട്ട് എടുത്തു. 8ന്റെ ഗുണിതങ്ങളല്ലേ, അതായത് 2നെയും 8 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം വേണ്ട, പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര ഉണ്ട് നോക്കുക. 15/8 ഒന്നേ ഉള്ളൂ അല്ലെ. 94/8 11. അപ്പൊ 11 - 1 10. അതായത് 10 ഗുണിതങ്ങളുണ്ട്. 15നും 95നും ഇടയിൽ 8ന്റെ 10 ഗുണിതങ്ങൾ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ n പദങ്ങളുടെ തുക 3n² + 1. ഇതൊരിക്കലും വരൂല കേട്ടോ. ഈ ക്വസ്റ്റ്യൻ റോങ് ആണ്. അതായത് ജനറൽ ആയിട്ട് വരിക പദങ്ങളുടെ തുക എന്ന് പറയുന്നത് an² + bn ഈ ഫോമിലാണ്. n-ന്റെ ടേമും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി എഴുതാം? 3n² + n ആക്കിയിട്ട് എഴുതാം. അതായത് ഒന്നും വരൂല, അതിന്റെ കൂടെ ഒരു n-ഉം കൂടി വരും കേട്ടോ. 3n² + n ആയാൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പൊതുവ്യത്യാസമാണ് നമുക്ക് വേണ്ടത് അല്ലെ. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് n² കൂടെ വരുന്ന നമ്പർ ഇല്ലേ, അതായത് n² ഗുണോത്തരം. n² കൂടെ വരുന്ന നമ്പർ എത്രയാണ്? 3. അതിന്റെ ഇരട്ടിയായിരിക്കും. n² കൂടെ വരുന്നത് ഏത് നമ്പറും ആയിക്കോട്ടെ അതിന്റെ ഇരട്ടിയായിരിക്കും പൊതുവ്യത്യാസം. ഇവിടെ നമുക്ക് 3 × 2 6. പൊതുവ്യത്യാസം എത്രയായിരിക്കും? പൊതുവ്യത്യാസം 6. ഇനി നമുക്ക് അതുകൂടാതെ ആദ്യ പദവും കൂടി കണ്ടുപിടിക്കാം. ആദ്യ പദം എന്ന് പറയുന്നത് n²ന്റെയും n-ന്റെയും ഗുണോത്തരം, അതായത് n²ന്റെയും n-ന്റെയും കൂടെ വരുന്ന നമ്പർ എടുക്കുക. ഏതൊക്കെയാണ്? 3 3n² + 1n ആണ് അല്ലെ. 3 + 1 3 + 1 4. ആദ്യ പദം n²ന്റെയും n-ന്റെയും കൂടെ വരുന്ന ഗുണോത്തരങ്ങളുടെ തുകയായിരിക്കും ആദ്യ പദം. ആദ്യ പദം n²ന്റെയും n-ന്റെയും കൂടെ വരുന്ന ഗുണോത്തരങ്ങളുടെ തുകയായിരിക്കും ആദ്യ പദം. പൊതുവ്യത്യാസം എന്നത് n² കൂടെ വരുന്ന ഗുണോത്തരത്തിന്റെ ഇരട്ടി, അതായത് n² കൂടെ വരുന്ന നമ്പർ അതിന്റെ ഇരട്ടിയായിരിക്കും പൊതുവ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട്? 10നും 100നും ഇടയിൽ. 10നും 100നും ഇടയിൽ. അപ്പൊ എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ അതേപടി വെക്കുക, സെക്കൻഡ് ഒന്ന് കുറച്ചിട്ട് എഴുതുക അല്ലെ. 99. ഇനി ഇതിനെ ഏതുകൊണ്ട് ഹരിക്കുക? 3 കൊണ്ട് ഹരിക്കുക. 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ എത്ര വരും? 3 3 9 അല്ലെ. 3 തവണ. ഇതോ 33. ഇനി മൈനസ് ചെയ്യുക. 33 - 3 33 - 3 30. ഇപ്പൊ എത്ര സംഖ്യകളാണുള്ളത്? 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന 30 സംഖ്യകളുണ്ട്. ഓപ്ഷൻ എ 30 സംഖ്യകളാണുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ 30. 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന 30 സംഖ്യകളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 51 + 52 + 53 + etc. + 100 = എത്ര? വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക അല്ലെ. 51 മുതൽ 100 എത്ര സംഖ്യകൾ ഉണ്ടാവും? 50 സംഖ്യകൾ ഉണ്ടാവും അല്ലെ. 50 സംഖ്യകൾ. അതെങ്ങനെയാണ് കിട്ടിയത്? n = അവസാന പദം - ആദ്യ പദം + 1.
അതായത് 49 പ്ലസ് 1 49 പ്ലസ് 1 50 50 സംഖ്യകൾ ഉണ്ടാകും. 50 സംഖ്യകൾ. അപ്പോൾ തുക എങ്ങനെ കണ്ടുപിടിക്കുക? തുക സമം n/2, അതായത് 50 50/2 n/2 ആദ്യ പദം പ്ലസ് അവസാന പദം. 50/2 151 151 ഗുണിക്കുക 0 5 5 5 25 5 ബാക്കി 2 7 വരും അല്ലേ? ബൈ 2 2 കൊണ്ട് ഹരിച്ചാൽ 3 2 6 ബാക്കി 1 15 വരും. 7 2 14 വീണ്ടും 7 2 14 5 2 10. അപ്പോൾ എത്രയാണ് വരിക? 3775 3775. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 3775 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 25 പൊതുവ്യത്യാസം 10 ആയാൽ ആദ്യത്തെ 20 പദങ്ങളുടെ തുക. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് തുക കണ്ടുപിടിക്കാം. തുക കണ്ടുപിടിക്കാൻ ഇവിടെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? അവസാന പദം ഇല്ല അല്ലേ? അപ്പോൾ n/2 × 2a പ്ലസ് n-1 × d ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? n/2 × 2a പ്ലസ് n-1 × d. അപ്പോൾ ഇവിടെ നമുക്ക് n എന്ന് പറയുന്നത് 20 ആണ് അല്ലെ? 20 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. n/2 × 2 ഗുണിക്കണം ആദ്യ പദം എത്രയാണ്? 2 ഗുണിക്കണം 25 പ്ലസ് n എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്. അതായത് 20 മൈനസ് 1 19 19 ഗുണിക്കണം പൊതുവ്യത്യാസം 10 20/2 10 ആണ് വരിക. 2 ഗുണിക്കണം 25 50 പ്ലസ് 190 50 പ്ലസ് 190 10 × 50 പ്ലസ് 190 0 4 240 എന്ന് വരും അല്ലേ? അപ്പോൾ എത്രയാണ് വരിക? 2400 2400 ആണ് തുക കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 2400 സിമ്പിൾ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 + 2 + എക്സെട്ര പ്ലസ് 50 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക അല്ലെ? ഇത് നമ്മുടെ എണ്ണൽ സംഖ്യ തന്നെയാണ്. അപ്പൊ എങ്ങനെ ചെയ്യാം? നമുക്ക് തുക എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ n × n+1/2 ഡയറക്റ്റ് ചെയ്യാം അല്ലെ? അപ്പൊ ഇവിടെ 50 എണ്ണൽ സംഖ്യയാണുള്ളത്. അപ്പൊ 50 × 51/2 0 5 5 5 25 എന്ന് വരും. ബൈ 2 1 2 2 2 2 4 7 2 14 5 2 10. അപ്പോൾ എത്ര വരും? 1275 1275. ഓപ്ഷൻ ബി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക. 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക. അപ്പോൾ നമുക്ക് 20നും 100നും ഇടയിലാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഒറ്റ സംഖ്യകളായതുകൊണ്ട് തന്നെ 20നും 100നും ഇടയിലുള്ള ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് പറയാൻ 21 23 എക്സെട്ര 99 വരെയാണെന്ന് പറയാം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? അതിന്റെ നമ്പേഴ്സ്, അതായത് ലാസ്റ്റ് ടേം 99 മൈനസ് 21/2 പ്ലസ് 1 99 മൈനസ് 21 അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അപ്പൊ ഇവിടെ 99 മൈനസ് 21 78 എന്ന് വരും അല്ലെ? 78/2 പ്ലസ് 1 78 എത്രയാണ്? 39 അല്ലെ? 78/2 39 ആണ്. 39 പ്ലസ് 1 40. എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 40 ഒറ്റ സംഖ്യകളുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് തുക കണ്ടുപിടിക്കാം. തുക സമം n/2, അതായത് 40/2 ഇൻറ്റു ആദ്യ പദം 21 ആണ്, അവസാന പദം 99 ആണ്. 20 ഇൻറ്റു എത്ര വരും? 0 വരും. 12 അല്ലെ? 120 120 20 ഇൻറ്റു 120 2 12 24 2 0, അതായത് 2400 2400 ആണ് വരിക. 20നും 100നും ഇടയിൽ മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക എത്രയാണ്? 2400. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 2400 ഒറ്റ സംഖ്യകളുടെ തുക 2400. അടുത്ത ക്വസ്റ്റ്യൻ, 1 മുതൽ തുടർച്ചയായ 25 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? 1 മുതൽ തുടർച്ചയായി എന്ന് പറയുമ്പോൾ 1 3 5 എക്സെട്ര അങ്ങനെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 25 ഒറ്റ സംഖ്യകളുണ്ട്. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുക തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളാണ് 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 25 സ്ക്വയർ ആയിരിക്കും തുക. തുക എന്ന് പറയുന്നത് 25 സ്ക്വയർ. എങ്ങനെ കണ്ടുപിടിക്കുക? ഇങ്ങനെ 5 വന്നിട്ടുണ്ടെങ്കിൽ 25 എടുത്ത് എഴുതുക. 2ന്റെ തൊട്ടടുത്ത നമ്പർ 3 അല്ലെ? 2 ഗുണിക്കണം 3 6 625. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 625 ഒറ്റ സംഖ്യകളുടെ തുക 625. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 5 7 9 എന്ന സമാന്തര പ്രോഗ്രഷന്റെ 24ാം പദം എന്നത് A24 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? 24 എന്ന് പറയുന്നത് A+23D ആയിരിക്കും. A+23D. ഇവിടെ A എന്ന് പറയുന്നത് ആദ്യ പദം എത്രയാണ്? 3 പ്ലസ് 23 ഇൻറ്റു D. പൊതുവ്യത്യാസം 3 5 7, അതായത് 2 ആണ് കൂടി പോകുന്നത്. 2 3 പ്ലസ് 23 ഗുണിക്കണം 2 46 46 പ്ലസ് 3 49 49 ആയിരിക്കും 24ാം പദം. 24ാം പദം 49. ഓപ്ഷൻ ഡി. 24ാം പദം 49. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 100 എത്രയാണ്? അതായത് തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ തുക. തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുക? തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1 ആയിരിക്കും. n × n+1. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടാവും? 2, 4, 6, 8 അങ്ങനെ 50 ഇരട്ട സംഖ്യകൾ ഉണ്ടാവും അല്ലെ? 50 ഇരട്ട സംഖ്യകൾ ഉണ്ടാവും. 50 × 51. 50 × n+1 അതായത് 50 + 1 51. എത്ര വരിക? 5 5 5 25. അതായത് 2550. തുക എത്രയാണ്? 2550. ഓപ്ഷൻ സി 2550. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും ചെയ്യാം, സമാന്തര ശ്രേണി ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടുക 2550 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. -6 -11/2 -5 എന്ന സമാന്തര ശ്രേണിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? ആദ്യത്തെ 5 പദങ്ങളുടെ തുകയും ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും തുല്യമാണ്. പൊതുവ്യത്യാസം 1/2 ആണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. ഇവിടെ സമാന്തര ശ്രേണി ഏതാണ്? -6 -11/2 -5. ഇതാണ് സമാന്തര ശ്രേണി. അപ്പൊ എങ്ങനെയാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക? പൊതുവ്യത്യാസം രണ്ടാമത്തെ പദം മൈനസ് ഒന്നാമത്തെ പദം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മൂന്നാമത്തെ പദം മൈനസ് രണ്ടാമത്തെ പദം, അതായത് തൊട്ട് പുറകിലത്തെ പദത്തിൽ നിന്ന് തൊട്ട് മുന്നിലത്തെ പദം ഒന്ന് മൈനസ് ചെയ്യാം. ഇവിടെ -11/2 -6 അല്ലെ, തൊട്ട് മുന്നിലത്തെ പദത്തിൽ നിന്ന് തൊട്ട് പുറകിലത്തെ പദം മൈനസ് ചെയ്യാം. ഇസ് ഈക്വൽ ടു -11/2 + 6 എന്ന് വരും അല്ലെ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ എത്ര വരിക? -11 + 12/2 അതായത് 1/2 ആണ് വരിക. പൊതുവ്യത്യാസം 1/2. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ റോങ് ആണ്. പൊതുവ്യത്യാസം -1/2 അല്ല, 1/2 ആണ്. ഇനി ആദ്യത്തെ 5 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം അല്ലെ. അപ്പോൾ ഇവിടെ തുക കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്? അവസാന പദം അറിയില്ല അല്ലെ. അപ്പോൾ n/2 × 2a + n-1 × d. ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ 5 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാം. ആദ്യത്തെ 5 പദങ്ങളുടെ തുക അതായത് 5/2 × 2 ഗുണിക്കണം a. a എത്രയാണ് ഇവിടെ? -6 അല്ലേ. -6 + 5 - 1 4 × പൊതുവ്യത്യാസം 1/2 ആണല്ലേ. ഇസ് ഈക്വൽ ടു 5/2 × -12 + 2 എന്ന് വരും അല്ലേ. സിംപ്ലിഫൈ ചെയ്താൽ 2 എന്ന് വരും. ഇസ് ഈക്വൽ ടു 5/2 × -12 + 2 -10. 2ഉം 10ഉം സിംപ്ലിഫൈ ചെയ്താൽ 5 വരും. അതായത് 5 × -5 5 × -5 -25. അതായത് ആദ്യത്തെ 5 പദങ്ങളുടെ തുക -25. ഇനി നമുക്ക് എത്ര കണ്ടുപിടിക്കണം? ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം അല്ലെ. ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും കൂടി കണ്ടുപിടിക്കുക. അതായത് 20/2 n/2 × 2a +. അപ്പോൾ 2 × -6 2a + n-1. n എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്. n-1 19. 19 × d 1/2 അല്ലെ. ഇത് ഈക്വൽ ടു 10 × -12 + 19/2. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുക. 10 × -12 × 2 -24 -24 + 19/2. ഈ 2ഉം 10ഉം സിംപ്ലിഫൈ ചെയ്യുക. 5 വരും. ഇസ് ഈക്വൽ ടു 5 × -24 + 19 എത്ര വരിക? -5 വരും അല്ലേ. -5 × -5 -25. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യത്തെ 5 പദങ്ങളുടെ തുക -25, ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും -25. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ റോങ് ആണ്. അപ്പോൾ 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ ബി അല്ലേ. 1 ശരിയും 2 തെറ്റുമാണ്. 1 ശരിയും 2 തെറ്റുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2, 6, 10 എന്ന ശ്രേണിയുടെ 68ാം പദവും 72ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 68ാം പദവും 72ാം പദവും തമ്മിലുള്ള വ്യത്യാസം 2, 6, 10. 2, 6, 10. 68ാം പദവും 72ാം പദവും അല്ലേ. 68ാം പദവും 72ാം പദവും തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. 68ാം പദത്തിനോട് 69ാം പദം, 70ാം പദം, 71ാം പദം, പിന്നെ 72ാം പദം അല്ലെ. അപ്പൊ എത്ര എണ്ണം വന്നു? 4 അല്ലെ. 68നോട് 4d ആഡ് ചെയ്താലാണ് 72 കിട്ടുക. അപ്പൊ വ്യത്യാസം എത്രയായിരിക്കും? 4d ആയിരിക്കും. വ്യത്യാസം 4d. d എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്. ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം 2, 6, 10 ആണ്. 2, 6, 10 എന്ന് പറയുമ്പോൾ പൊതുവ്യത്യാസം 4 ആണ്. 4 × 4 16. 4 × 4 16. അതായത് 68ാം പദവും 72ാം പദവും തമ്മിലുള്ള പൊതുവ്യത്യാസം 16 ആണ്. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? 68നോട് എത്ര കൂട്ടിയാലാണ് 72 കിട്ടുക? നോക്കുക. 69, 70, 71, 72. അതായത് 68നോട് 4 കൂട്ടിയാലാണ്, 4 പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 72ാം പദം കിട്ടുക. 68നോട് 4 പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 72 കൂട്ടുക. 4 പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ 4 ഗുണിക്കണം പൊതുവ്യത്യാസം. 4 ഗുണിക്കണം പൊതുവ്യത്യാസം ഇവിടെ 4 ആണ്. 4 ഗുണിക്കണം 4 16. അപ്പോൾ വ്യത്യാസം എത്രയായിരിക്കും? വ്യത്യാസം എന്ന് പറയുന്നത് 16 ആയിരിക്കും. വ്യത്യാസം 16 ആയിരിക്കും.
അടുത്ത ക്വസ്റ്റ്യൻ -4 -7 -10 -4 -7 -10 എന്ന സമാന്തര ശ്രേണിയെ സംബന്ധിച്ച് രണ്ട് പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ ഏവ? ഫസ്റ്റ് വൺ പൊതുവ്യത്യാസം d -3 ആണ്. ഫസ്റ്റ് വൺ d -3 പൊതുവ്യത്യാസം -3. അടുത്തത് ബീജഗണിത രൂപം. ബീജഗണിത രൂപം an nth ടേം എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട് -3n + 1. ഇത് കറക്റ്റ് ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം അല്ലെ. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറക്കുക. രണ്ടാമത്തെ പദം -7 ആണ്, കുറക്കണം ഒന്നാമത്തെ പദം -4. അതായത് -7 + 4 -7 + 4 -3. പൊതുവ്യത്യാസം -3 ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ബീജഗണിത രൂപമാണ് അല്ലെ. ബീജഗണിത രൂപം നമുക്ക് തന്നിട്ടുണ്ട് -3n + 1. അപ്പോൾ n ന് 1 കൊടുക്കുമ്പോൾ ആദ്യത്തെ പദം കിട്ടണം അല്ലെ. ബീജഗണിത രൂപമാണെങ്കിൽ n ന് ഓരോ വാല്യൂ കൊടുക്കുമ്പോഴും ഓരോ പദം കിട്ടണം. n ന് 1 എന്ന് കൊടുക്കുക. അതായത് -3 ഗുണിക്കണം 1 3 ഗുണിക്കണം 1 3 തന്നെയാണ്. -3 + 1 -3 + 1 -2 ആണ്. -2 ആണ്. അപ്പൊ ഇതാണോ ആദ്യ പദം? അല്ല അല്ലെ. അപ്പൊ ഇത് റോങ് ആണ്. അപ്പോൾ ബീജഗണിത രൂപം അല്ല. ഇനി നമുക്ക് ബീജഗണിത രൂപം കണ്ടുപിടിക്കാം അല്ലെ. ബീജഗണിത രൂപം ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. ബീജഗണിത രൂപം nth ടേം an. nth ടേം എന്ന് പറയുമ്പോൾ a + n - 1 × d ആണ് അല്ലെ. a + n - 1 × d. ഇവിടെ a എന്ന് പറയുന്ന ആദ്യ പദം എത്രയാണ്? -4 അല്ലെ. +n - 1 × d. കോമൺ ഡിഫറൻസ് -3 ആണ്. -3. അതായത് -4 n × -3 -3n -1 × -3 എന്ന് വരും അല്ലെ. +3. that is -3n -4 + 3 -1 -3n -1 ആണ് അതിന്റെ യഥാർത്ഥ ബീജഗണിത രൂപം. -3n -3. അപ്പൊ ഇവിടെ ഏതാണ്? 1 ശരി 2 തെറ്റ്. 1 ശരി 2 തെറ്റുമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1 ശരി 2 തെറ്റ്. ഇത് കണ്ടുപിടിക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ബീജഗണിത രൂപം ഇങ്ങനെയാണ് വരിക എന്ന്. നമുക്കിവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ തന്നെ കിട്ടിയല്ലേ ഒന്നാം പദം -2. പക്ഷെ നമ്മുടെ ഒന്നാം പദം -4 ആണ്. അത്ര വരെ മാത്രം ഇത്ര വരെ മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നതാണ് എങ്ങനെയാണ് അതിന്റെ ബീജഗണിത രൂപം വരിക എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 8 12 16 എക്സെട്ര എന്നൊരു ശ്രേണിയുണ്ട്. അടുത്ത ശ്രേണി 10 14 18 22 എക്സെട്ര. ഈ രണ്ട് സമാന്തര ശ്രേണികളുടെ 20 പദങ്ങളുടെ തുകയുടെ വ്യത്യാസം കാണുക. അപ്പോൾ ഫസ്റ്റ് ശ്രേണി ഏതാണ്? 4 8 12 16 ഇങ്ങനെ പോകുന്ന ശ്രേണിയുണ്ട്. അടുത്ത ശ്രേണി 10 14 18 22 എക്സെട്ര ഇങ്ങനെ പോകുന്ന ശ്രേണി. അങ്ങനെ ഇതിന്റെ 20 പദങ്ങളുടെ വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് നമുക്ക് ഓരോ പദവും ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. 10 - 4 ആദ്യ പദവും രണ്ടിൻ്റെത്. അപ്പോൾ എത്ര വരിക? 6 വന്നു. ഇനി അടുത്തത് 14 - 8 എത്രയാണ്? 6 വന്നു അല്ലെ. 18 - 12 6 വന്നു. 22 - 16 എത്രയാണ്? 6 വന്നു അല്ലെ. അതായത് എല്ലാ പദങ്ങളും വ്യത്യാസം 6 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 6 20 തവണ കൂട്ടിയാൽ മതി. അതായത് 6 × 20 6 × 20 120. അതായത് പദങ്ങളുടെ വ്യത്യാസം ആ രണ്ട് ശ്രേണിയിലെ പദങ്ങളുടെ തുകയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 120 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 120. അപ്പോൾ ക്ലിയർ അല്ലേ? ഇത് ഒന്നും കൂടി പറഞ്ഞു തരാം. ഫസ്റ്റ് ശ്രേണി 4 8 12 16 എക്സെട്ര പോകുന്നൊരു ശ്രേണിയാണ്. അടുത്തത് 10 14 18 22 എക്സെട്ര. അപ്പോൾ ഇവിടെ ഈ രണ്ട് ശ്രേണിയുടെയും ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന്റെ വ്യത്യാസം. അതാണ് ചോദ്യം. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഓരോ പദങ്ങളും കുറക്കുക. അതായത് ആദ്യത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറക്കുക. രണ്ട് ശ്രേണിയുടെ ആദ്യത്തെ പദങ്ങളുടെ വ്യത്യാസം കണ്ടുപിടിക്കുക. രണ്ടാമത്തെ പദങ്ങളുടെ വ്യത്യാസം കണ്ടുപിടിക്കുക. അപ്പോൾ എപ്പോൾ എത്രയാണ് വരുന്നത്? 6. ഒന്നാമത്തെ പദങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 10 - 4 6 ആണ്. രണ്ടാമത്തെ പദങ്ങളുടെ വ്യത്യാസം 14 - 8 6 ആണ്. മൂന്നാമത്തെ പദങ്ങളുടെ വ്യത്യാസം 18 - 12 6. എങ്ങനെ വ്യത്യാസം കണ്ടുപിടിച്ചാലും 6 ആണ് വരുന്നത് അല്ലെ. അതായത് എത്ര 6 ഉണ്ടാവും ഇവിടെ? 20 പദങ്ങളുണ്ട്. അപ്പോൾ 20 പദങ്ങളുടെ വ്യത്യാസം 6 എന്നല്ലേ വരുന്നത്. അപ്പോൾ അതായത് 6 + 6 + 20 തവണ ആഡ് ചെയ്യുക. അതിന് പകരം എന്ത് ചെയ്താൽ മതി? 6 × 20 6 × 20 120. അതായത് എത്രയാണ് വ്യത്യാസം വരുന്നത്? 120 ആണ് വ്യത്യാസം വരുന്നത്. അടുത്ത ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം 2n² + n ആണ്. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം. അപ്പോൾ ഇവിടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട് അല്ലെ. 2n² + n ആണ് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. അങ്ങനെയാണെങ്കിൽ പൊതുവ്യത്യാസം d എന്ന് പറയുന്നത് ഈ n²ന്റെ കോയിഫിഷ്യന്റ് ഉണ്ടാവുമല്ലോ. അതായത് n² കൂടെ വരുന്ന നമ്പർ അതിന്റെ ഇരട്ടിയായിരിക്കും. ഇരട്ടി 2ന്റെ ഇരട്ടി 4. പൊതുവ്യത്യാസം 4 ആയിരിക്കും. അതായത് ഇവിടെ ഓപ്ഷൻ ഇല്ല അല്ലെ. ഓപ്ഷൻ ഇല്ല. പൊതുവ്യത്യാസം എത്രയായിരിക്കും? പൊതുവ്യത്യാസം d = 4 ആയിരിക്കും. ഇനിയോ ഇവിടെ ആദ്യ പദം നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യ പദം എന്ന് പറയുന്നത് രണ്ടിന്റെയും കോയിഫിഷ്യന്റ് നോക്കുക. n² കോയിഫിഷ്യന്റ് എത്രയാണ്? 2. n-ന്റെ കോയിഫിഷ്യന്റ് എത്രയാണ്? 1. 2 + 1 3 ആയിരിക്കും ആദ്യ പദം 3 ആയിരിക്കും. പൊതുവ്യത്യാസം n²ന്റെ കോയിഫിഷ്യന്റിന്റെ ഇരട്ടി. n²ന്റെ കൂടെ വരുന്ന നമ്പർ അതിന്റെ ഇരട്ടി ആയിരിക്കും പൊതുവ്യത്യാസം 4.
അടുത്ത ക്വസ്റ്റ്യൻ 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകൾ. 1 മുതൽ 29 വരെ 1, 3, 5 എക്സെട്ര അങ്ങനെ 29 വരെ. 29 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടാകും? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒറ്റ സംഖ്യകളുടെ എണ്ണം n സമം 29 മൈനസ് 1 ബൈ 2 പ്ലസ് 1 ചെയ്താൽ മതി. അതായത് 28 ബൈ 2 പ്ലസ് 1. 28 ബൈ 2 എന്ന് പറയുന്നത് 14. 14 പ്ലസ് 1 15. 15 ഒറ്റ സംഖ്യകളുണ്ട്. അപ്പോൾ 15 ഒറ്റ സംഖ്യകളുടെ തുക കറക്റ്റ് ആണല്ലേ? അതായത് ഒന്നും തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, 3, 5 അങ്ങനെ 29 ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും തുക n സ്ക്വയർ ആയിരിക്കും അല്ലേ? അതായത് ഇവിടെ 15 സ്ക്വയർ. 15 എന്ന് പറയുമ്പോൾ 5 5 25 വന്നു. ഒന്നിന്റെ അടുത്ത സംഖ്യ 2, അതായത് 225 ആയിരിക്കും. 5ന്റെ സ്ക്വയർ 25, 1 ഗുണിക്കണം 2. ഒന്നിന്റെ തൊട്ടടുത്ത സംഖ്യ 2 ആണ്, അതായത് 1 ഗുണിക്കണം 2 ചെയ്യുക. അപ്പോൾ 225 ആയിരിക്കും തുക വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 225. ഒരു സമാന്തര പ്രോഗ്രഷന്റെ 24ാം പദം -63 ആയാൽ അതിന്റെ ആദ്യത്തെ 47 പദങ്ങളുടെ തുക എത്രയായിരിക്കും? 24ാം പദം -63 അല്ലെ? 24ാം പദം നമുക്ക് എങ്ങനെ എഴുതാം? a + 23d. a + 23d സമം -63 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യത്തെ 47 പദങ്ങളുടെ തുക. ആദ്യത്തെ 47 പദങ്ങളുടെ തുക നമുക്ക് എഴുതി നോക്കാം. 47 പദങ്ങളുടെ തുക, അതായത് 47/2 ഇൻറ്റു 2a അല്ലെ? 2a പ്ലസ് n-1 ഇൻറ്റു d ആണ്. 47/2 ഇൻറ്റു 2a പ്ലസ് n-1, അതായത് 47 മൈനസ് 1 46. 46 d വന്നു. അപ്പോൾ 2a പ്ലസ് 46. അപ്പോൾ നമുക്ക് 2 കോമൺ അല്ല, ഔട്ട് സൈഡ് എടുത്തൂടെ? 2 ഔട്ട് സൈഡ് എടുത്താൽ എന്താ വരിക? a പ്ലസ് 23d. a പ്ലസ് 23d. ഈ രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അതായത് 47 ഇൻറ്റു a പ്ലസ് 23d. a പ്ലസ് 23d എത്രയാന്ന് കിട്ടിയിട്ടുണ്ട്? -63 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ? -63. അതായത് 47 ഗുണിക്കണം -63 എത്ര വരിക? -2961. ഗുണിച്ചാൽ വരിക -2961. 2961. ഓപ്ഷൻ എ 2961. സിമ്പിൾ അല്ലേ ഇത്? അപ്പോൾ തുക കണ്ടുപിടിക്കുക. തുകേന്റെ ഇക്വേഷൻ ഏതാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഔട്ട് സൈഡ് എടുത്താൽ നമുക്ക് 24ാമത്തെ പദം കിട്ടും. a പ്ലസ് 23d എന്ന് പറയുമ്പോൾ 24ാമത്തെ പദം. 24ാമത്തെ പദം -63 കിട്ടിയിട്ടുണ്ട്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 47 പദങ്ങളുടെ തുക -2961. 2961 3, 8, 13, 18 എന്ന ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 78? 3, 8, 13, 18 സമാന്തര ശ്രേണിയാണോ? 3 + 5 8, 8 + 5 13, 13 + 5 18. അപ്പോൾ സമാന്തര ശ്രേണിയാണ് അല്ലേ? അപ്പോൾ എത്രാമത്തെ പദമാണ് 78? അതായത് nth ടേം എങ്ങനെ കണ്ടുപിടിക്കുക? an സമം a + n-1 ഇൻറ്റു d ആണല്ലേ? n-1 ഇൻറ്റു d. അപ്പോൾ ഇവിടെ നമുക്ക് nth ടേം n-ആം പദം 78 ആയിട്ട് എടുക്കാം. n അല്ലേ കണ്ടുപിടിക്കേണ്ടത്? n-ആം പദം 78. അപ്പോൾ a ആദ്യ പദം എത്രയാണ്? 3 അല്ലേ? 3 + n-1 ഇൻറ്റു d. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? പൊതുവ്യത്യാസം 5 ആണല്ലേ? ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് n-ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 3 + 5n - 5 is equal to 5n. 3 - 5 - 2 എന്ന് വരും അല്ലേ? 78 സമം 5n - 2. അപ്പോൾ ഇവിടുന്ന് 5n സമം 78 + 2. 78 + 2 80 എന്ന് വരും അല്ലേ? അപ്പോൾ ഇവിടെ n സമം 80/5. 80/5 1 5 ബാക്കി 3 30 6 5 30 അല്ലേ? 16. n സമം 16. അപ്പോൾ എത്രാമത്തെ പദമാണ് 78? 16ാമത്തെ പദമാണ് 78. ഈ ശ്രേണിയുടെ 16ാമത്തെ പദമാണ് 78. 3, 8, 13, 18 എക്സെട്ര എന്ന ശ്രേണിയുടെ 16ാമത്തെ പദമാണ് 78. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14, 20, 26 എന്ന സമാന്തര ശ്രേണിയുടെ 40ാം പദം എന്ത്? 40ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ nth ടേം, n-ആം പദത്തിന്റെ ഇക്വേഷൻ എന്താണ്? a + n-1 ഇൻറ്റു d ആണല്ലേ? a + n-1 ഇൻറ്റു d. അങ്ങനെയാണെങ്കിൽ നമുക്ക് 40ാം പദം a 40 എങ്ങനെ എഴുതാം? a + 40 - 1 40 - 1 39d. a + 39d എന്ന് എഴുതാം. അതായത് ഇവിടെ a എന്ന് പറയുന്നത് ആദ്യ പദമാണ്. ആദ്യ പദം 14 + 39 ഇൻറ്റു കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം. അതായത് 14 + 6 ആണ് 20. 20 + 6 ആണ് 26. അതായത് 6 ഏടേത് എഴുതുന്നതാണ്. അതായത് ഇവിടെ പൊതുവ്യത്യാസം 6 ആണ്. 39 ഇൻറ്റു 6, അതായത് 14 + 39 ഇൻറ്റു 6 234 അല്ലേ? 234 എന്ന് വരും. 234. 14 + 234 8 4 2, അതായത് 248. അതായത് ഇവിടെ 40ാം പദം എത്രയാണ്? 40ാം പദം 248. ഓപ്ഷൻ ബി 248. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 750 ആയാൽ പതിമൂന്നാം പദം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 750 ആയാൽ പതിമൂന്നാം പദം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ 25 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട് അല്ലെ. അതായത് 25 പദങ്ങളുടെ തുക 750 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി 25 പദങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ മിഡിൽ ടേം എത്രയായിരിക്കും? മിഡിൽ ടേം അതായത് 24, 12 പിന്നെ നടുക്ക് വരുന്നത് 13ആം പദം അല്ലെ. 13 ലെഫ്റ്റിലും 12 പദങ്ങളുണ്ടാവും, റൈറ്റിലും 12 പദങ്ങളുണ്ട്. അപ്പൊ മിഡിൽ ടേം എന്ന് പറയുമ്പോൾ 13th ടേം ആയിരിക്കുമല്ലോ. 13th ടേം ആണ് മിഡിൽ ടേം. ഈ മിഡിൽ ടേമും സമ്മും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അതായത് മിഡിൽ ടേം എന്ന് പറയുമ്പോൾ എന്താണ്? ശരാശരിയാണ് അല്ലെ. ശരാശരി ഏവറേജ് ആണ് വരുന്നത്. ഈ ഏവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മിഡിൽ ടേം എന്ന് പറയുന്നത് ശരാശരിയാണ്, ഏവറേജ് എന്ന് പറയുന്നത് തുക ബൈ എണ്ണാണ്. അപ്പൊ നമുക്ക് ശരാശരി കണ്ടുപിടിച്ചൂടെ? ശരാശരി എന്ന് പറയുന്നത് തുക നമുക്ക് 750 തന്നിട്ടുണ്ട് അല്ലെ. 750 ബൈ എണ്ണം എത്രയാണ്? 25. അപ്പൊ ഇവിടെ എത്രയാ വരിക? 3 25 ആണ് 75, അതായത് 30. ശരാശരി 30 ആണ്. ശരാശരി എന്ന് പറയുന്നത് മിഡിൽ ടേം ആയിരിക്കല്ലോ. ശരാശരി എന്ന് പറയുന്നത് മിഡിൽ ടേം ആണ്. മിഡിൽ ടേം ആണ് ശരാശരി എന്ന് പറയുന്നത്. മിഡിൽ ടേം ഏതാണ്? 13th ടേം ആണ് മിഡിൽ ടേം. അതായത് 13ആം പദമാണ് മിഡിൽ ടേം ആയിട്ട് വരുന്നത്. 13ആം പദം എത്രയാണ്? 30 ആണ് 13ആം പദം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 30. 13ആം പദം 30. അപ്പൊ ഇവിടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഏവറേജ് എന്നുള്ള കൺസെപ്റ്റും കൂടി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ആദ്യത്തെ 25 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട് 750 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 13ആം പദം എന്ന് പറയുമ്പോൾ ആ 25നെ സ്പ്ലിറ്റ് ചെയ്യുക. 25നെ മിഡിൽ ഒന്ന് വെക്കുക, ലെഫ്റ്റിലും റൈറ്റിലും 12 അല്ലെ. 12 + 12 24 മിഡിൽ വരുന്ന ഒന്നും 25. അപ്പൊ മിഡിൽ വരുന്ന എത്രാമത്തെ പദമായിരിക്കും? 12ആം പദം കഴിഞ്ഞിട്ടാണ് മിഡിൽ ടേം വരുന്നത്. അതായത് 13ആമത്തെ പദമാണ് മധ്യപദം, മിഡിൽ ടേം ആയിട്ട് വരുന്നത്. അപ്പൊ മധ്യപദം എന്ന് പറയുന്നത് എന്താണ്? ശരാശരി ആയിരിക്കും അല്ലെ. ശരാശരിയാണ്. അപ്പൊ ശരാശരി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? തുക ബൈ എണ്ണാണ് ശരാശരി. ഇവിടെ തുക എത്രയാണ് തന്നിട്ടുണ്ട്? 750 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ തുക ബൈ എണ്ണം എന്ന് പറയുന്നത് 25 പദങ്ങളുടെ തുകയാണ് 750. അപ്പൊ 750 ബൈ എണ്ണം 25. 750 ബൈ 25 30 ആണ്. അതായത് ഇവിടെ മിഡിൽ ടേം എന്ന് പറയുന്നത് 30. മിഡിൽ ടേം എന്ന് പറയുമ്പോൾ എത്രാമത്തെ പദമാണ്? 12 കഴിഞ്ഞ് 1 വരുന്നത് അല്ലെ. അതായത് 13ആമത്തെ പദമാണ് മിഡിൽ ടേം ആയിട്ട് വരുന്നത്. അപ്പൊ മിഡിൽ ടേം 30. 13ആമത്തെ പദം 30 ആണ്. 13ആമത്തെ പദം 30 ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.